مولى ونعم النصير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. لو تعلمون من علم الآخرة ما أعلم لمشيتم إلى الصعيد ولحسيتم على رؤوسكم التراب كما قال شفيعنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه أجمعين. يا زينة الكونين جدلي وافرا يا بهجة الدارين كلي ناصرا يا وافر العاسين كلي غافرا يا أكرم الثقلين يا كنز الورى جدري بجودك أرضني برضاك يا سيدي مددي سندي ويا وددي مؤيدي مددي أمدي على شددي مسيدي سددي عضدي بلا عددي كن آخذا بيدي خواجة معين الدين لي خمسة نتفي بها هرو الوباء الحاطمة المصطفى والمرتضى وابناهما والفاطمة. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ ഈ സദസ്സിന്റെ സമുദ്ഘാടന കർമ്മം നിർവഹിച്ചു തന്ന ബഹുമാനനും ആദരണീയനും സുന്നത്ത് ജമാഅത്തിന്റെ യുവ കൈരളിക്ക് അഭിമാനവുമായ പാണക്കാട് കുടുംബത്തിൽ നിന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സമസ്തയുടെ ഖിദ്മത്തിനു വേണ്ടി തന്ന വെള്ളി നക്ഷത്രം ബഹുമാനപ്പെട്ട സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ, ഈ സദസ്സിലിരിക്കുന്ന ബഹുമാനനും ആദരണീയനുമായ ഹബീബ് ഫൈസി ഉസ്താദ്, ബഹുമാനനായ അബ്ദുറഹ്മാൻ ഉസ്താദ്, ഹബീബുർ റഹ്മാൻ അൽ ഖാസിമി ഉസ്താദ് അവർകൾ, ബഹുമാനനും ആദരണീയനുമായ അലി ഫൈസി ഉസ്താദ് അവർകൾ, ഉമർ ദാരിമി ഉസ്താദ്, മിർഷാദി യമാനി ചാലിയം ഉസ്താദ് അവർകൾ ഉൾപ്പെടെ ഈ സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട ഗുരുവര്യന്മാരെ, അനഫി ജുമാ മസ്ജിദിന്റെ പ്രസിഡന്റ് ബഹുമാനനും ആദരണീയനുമായ ഖാസിം റാവുത്തർ, കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ നുസ്രത്തുൽ മസാക്കീൻ ഉൾപ്പെടെയുള്ള മണ്ണാർക്കാടിൻ്റെയും പെരിന്തൽമണ്ണയുടെയൊക്കെ ഭാഗത്ത് ഏതെങ്കിലും കാരുണ്യ പ്രവർത്തനത്തിൻ്റെ സഹോദരങ്ങൾ സമീപിച്ചാൽ അവരെ കാര്യമായി സഹായിക്കുകയും ഇത്തരം പ്രോഗ്രാമുകളെയും ഇത്തരം പരിപാടികളെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ചിബ്രാം സഹാജി, അതുപോലെ മണ്ണാർക്കാടിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൂടിയായ അലി പി ബാബ സാഹിബ് ഉൾപ്പെടെ
ബഹുമാനനും ആദരണീയനുമായ തങ്ങളോടൊപ്പം വന്ന അമീർ സാഹിബ് ഉൾപ്പെടെയുള്ള ഈ നാട്ടിലെ പ്രിയപ്പെട്ട ഷൗക്കത്തും സുലൈമാനിക്കയും ഉൾപ്പെടെ നുസ്രത്തുൽ മസാഖീൻ്റെ ചുറുചുറുക്കും ഉന്മേഷവാന്മാരുമായ സലീമണ്ണൻ എന്ന കാരുണ്യദാഹിയായ പ്രിയപ്പെട്ട സഹോദരൻ സമർപ്പിച്ചിട്ടു പോയ ആർദ്രതയുടെ, ലാളനയുടെ, വാത്സല്യത്തിൻ്റെ ശീർഷകങ്ങളെ ഒപ്പിയെടുത്ത് മണ്ണാർക്കാടിൻ്റെ പരിസരങ്ങളിൽ ഞങ്ങൾക്കാരുമില്ല, സങ്കടപ്പെടുകയാണ് എന്നെഴുതി തന്ന അപേക്ഷകളിൽ പുഞ്ചി വരുന്ന രീതിയിൽ തിരിച്ചു പ്രതികരിക്കാൻ കഴിവും കരുത്തും അല്ലാഹു കൊടുത്ത പ്രിയപ്പെട്ട പ്രവർത്തകരെ, മണ്ണാർക്കാടിൻ്റെ പരിസരങ്ങളിൽ ദീനീ പ്രവർത്തനങ്ങളുടെ ആവേശവും ആശയവും സുന്നത്ത് ജമാഅത്തിന്റെ വിശിഷ്യ സമസ്തയുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു വലിയ ജനസാഗരം അവിടെ തടിച്ചുകൂടുമ്പോൾ ഇതാണ് അവർക്കെന്നും ഒരു ആവേശം. അങ്ങനെ ആവേശത്തിൽ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് വിശുദ്ധ ഇസ്ലാമിൻ്റെ തത്വോധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ അർപ്പിക്കുകയാണ്. സ്റ്റേജിലും ഈ സദസ്സിലും ഒരുപാട് പ്രമുഖ പണ്ഡിതന്മാരും വ്യക്തിത്വങ്ങളുമുണ്ട്. എല്ലാവരെയും ഞാൻ പേരെടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ച് അവർക്ക് ആശീർവാദം നൽകിയതായി നിങ്ങൾ കരുതണം. സമയക്കുറവാണ്. ഈ വന്നിരിക്കുന്ന ജനാവലിയുടെ ഉള്ളറയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വലിയ പൊരുത്തത്തിന് വേണ്ടിയുള്ള ചില ചിന്താശകലങ്ങളെ സമർപ്പിച്ച് ഒരുപാട് വൈകാതെ പ്രാർത്ഥനയോടെ നമുക്ക് പിരിയേണ്ടതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സലീമണ്ണൻ എന്ന ആ പ്രിയപ്പെട്ട സാധുക്കളുടെ മനസ്സ് കാണാൻ അല്ലാഹു കഴിവ് കൊടുത്ത, കരയുന്നവരുടെ കണ്ണീരൊപ്പാൻ അല്ലാഹു മനസ്സ് കൊടുത്ത ആ പ്രിയപ്പെട്ട സഹോദരന്റെ ഖബർ ജീവിതം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ എന്ന ആമുഖ പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിന്റെ ഏറ്റവും വലിയ സന്തോഷവും ആനന്ദവും ആഹ്ലാദവും എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നത് വ്യക്തിപരമായി മനുഷ്യരാകുന്ന നമ്മുടെ മാത്രം ഒരു സന്തോഷമോ ഒരു ആനന്ദമോ ഒരു ആഹ്ലാദമോ അല്ല, മറിച്ച് ഈ ലോകത്തിന്റെ, ആകാശത്തിന്റെ, ഭൂമിയുടെ, പ്രപഞ്ചത്തിന്റെ, പർവ്വതങ്ങളുടെ, മാമരങ്ങളുടെ, മറുമരങ്ങളുടെ, മരച്ചില്ലകളുടെ, മഴത്തുള്ളികളുടെ, മണൽത്തരികളുടെ, പ്രപഞ്ചത്തിന്റെ സകലമാന വസ്തുക്കളുടെയും നിറഞ്ഞ സന്തോഷവും സംതൃപ്തിയുമാണ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നത്. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ ഒരു സങ്കടം വന്നാൽ, ആ പ്രവാചകരുടെ മനസ്സിൽ ഒരു ദുഃഖം വന്നാൽ, ആ പ്രവാചകന്റെ കണ്ണുകളിൽ സങ്കടം തളം കെട്ടി നിൽക്കുന്നു എന്ന ഒരു തോന്നൽ നമുക്കുണ്ടായാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമുക്കത് താങ്ങാൻ കഴിയില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ സങ്കടം വന്നതിന്റെ പേരിൽ ആകാശലോകത്ത് കാർമേഘങ്ങൾ ഇരുണ്ടുകൂടിയ ചരിത്രം ഇന്നും ഒളിമങ്ങാതെ ചരിത്രത്തിന്റെ ഏടുകളിൽ തിളങ്ങി നിൽക്കുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഒരിക്കൽ മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സമക്ഷത്തിലേക്ക് വരികയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സയ്യിദേ നീ കരയുന്നത്? സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, 3 ദിവസമായി എന്റെ ഖൽബിന്റെ കഷണമായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സങ്കടത്തിലാ. 3 ദിവസം കൊണ്ട് പ്രവാചകന്റെ മുഖത്ത് ദുഃഖം തളം കെട്ടി നിൽക്കുകയാ. 3 ദിവസം കൊണ്ട് പ്രവാചകർ സാധാരണ ചിരിക്കുന്ന പോലെ ചിരിക്കുന്നില്ല. 3 ദിവസം കൊണ്ട് പ്രവാചകർ സാധാരണ സല്ലാപത്തിൽ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നില്ല. അതുകൊണ്ട് ആ മുഖം കാണുമ്പോ, ആ പെരുമാറ്റം കാണുമ്പോ എന്റെ ഖൽബ് വല്ലാതെ പിടയ്ക്കുകയാ. സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെ പ്രവാചകർക്ക് വല്ലാത്ത ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് പ്രിയപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, നിങ്ങളൊന്ന് പോകുമോ? ആരംഭ റസൂലിനോടൊന്ന് ചോദിക്കുവോ, എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? ഒന്നും പറയാതെ, ആരോടും അതിന്റെ കാരണങ്ങളെ വിശദീകരിക്കാതെ ഈ സങ്കടം തളം കെട്ടിയ മനസ്സുമായി എന്തിനാണ് കഴിയുന്നതെന്നൊന്ന് ചോദിക്കുവോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിറഞ്ഞ കണ്ണുകളോടെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഓടി ചെല്ലുകയാ. അല്ലാഹുവിന്റെ റസൂലേ, അവിടുന്ന് ചിരിച്ചില്ലെങ്കിൽ നമുക്ക് ചിരിയില്ല, അവിടുന്ന് ആഘോഷിച്ചില്ലെങ്കിൽ നമുക്ക് ആഘോഷമില്ല, അവിടുത്തെ മുഖത്ത് ആ
പ്രസന്നവദനം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും തളർന്നു പോകും റസൂലേ. അതുകൊണ്ട് എന്തുകൊണ്ടാണ് 3 ദിവസം കൊണ്ട് അവിടുന്ന് സങ്കടത്തിൽ കഴിയുന്നതെന്ന് ഞങ്ങളോട് പറയണം. അള്ളാന്റെ റസൂൽ ഒരു അക്ഷരവും മറുപടി പറഞ്ഞില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് പോയി മഹാനായ സയ്യിദ് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹു, നിങ്ങളൊന്ന് ചെല്ലുവോ? നിങ്ങളൊരു ധൈര്യശാലിയല്ലേ? പ്രവാചകരോട് നിങ്ങളൊന്ന് ആവശ്യപ്പെടണം. എന്തിനാണ് ആ മുത്ത് റസൂൽ കരയുന്നത്, സങ്കടപ്പെടുന്നത്? എന്തോ ഒരു വലിയ ദുഃഖം ആരോടും പറയാതെ കൊണ്ടു നടക്കുന്ന പ്രവാചകരോട് അതൊന്ന് പറയാൻ അവിടെ നിന്ന് ആവശ്യപ്പെടണമെന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചെന്നു. അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുത്തില്ല. എല്ലാവരും ഒരുമിച്ചിരുന്ന് ആലോചിച്ചു. ഇനി ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിലുള്ള ദുഃഖം പുറത്തു പറയണമെങ്കിൽ ആ പ്രവാചകന്റെ മനസ്സിന്റെ ഒരു ഭാഗമായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പറഞ്ഞു വിടുക. ചോർന്നൊലിക്കുന്ന കൂരയ്ക്കകത്ത് നിന്ന് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ മനോമുഖരത്തിലെ സങ്കടത്തിന്റെ വർത്തമാനത്തെ കുറിച്ച് കേട്ടപ്പോ കണ്ണീരോടെ ഓടി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ, അവിടെ ഇങ്ങനെ ഇരുന്നാൽ ഈ ഫാത്തിമാക്ക് ചിരിയില്ല. അവിടെ ഇങ്ങനെ നിറഞ്ഞ കണ്ണുകളോടെ എന്തോ ഒരു വലിയ ദുഃഖഭാരം തലയിൽ ചുമക്കുന്നവരെ പോലെ കഴിഞ്ഞുകൂടിയാൽ ഈ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മനസ്സ് തളർന്നു പോകും റസൂലേ. അതുകൊണ്ട് എന്താണ് കാരണമെന്ന് അവിടെ ഈ ഫാത്തിമയോട് പറയണമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പതിവ് പോലെ നെറ്റിത്തടത്തിലും ശിരസിലും മുത്തം കൊടുക്കുകയാ. എന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വാരിപ്പുണർന്നുകൊണ്ട് ആരംഭ റസൂൽ കരയാൻ തുടങ്ങി. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്ന, റസൂലേ, അവിടുന്ന് കരയാറ് എന്നോട് കാര്യം അവതരിപ്പിക്കണമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫാത്തിമ, 3 ദിവസം മുമ്പ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിരുന്നു ഫാത്തിമ. 3 ദിവസം മുമ്പ് ജിബ്രീൽ വന്നിരുന്നു ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂലേ, ജിബ്രീൽ എപ്പോഴും വന്നാലും അവിടത്തേക്ക് സന്തോഷമല്ലേ? ഏത് രാത്രിയിലും ഏത് പകലിലും ജിബ്രീൽ വന്നാൽ അവിടത്തേക്ക് ആനന്ദമല്ലേ? പിന്നെ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം വന്നത് ഫാത്തിമ എനിക്ക് സന്തോഷമുള്ള വർത്തമാനം പറയാനല്ല, ജിബ്രീൽ വന്നതെന്നെ ചിരിപ്പിക്കാനല്ല, ജിബ്രീൽ വന്നതിന്റെ മനസ്സിലൊരു സന്തോഷത്തിന്റെ വർത്തമാനത്തിന്റെ മുന്നറിയിപ്പ് തരാനല്ല. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 3 ദിവസം മുമ്പ് വന്ന് പ്രവാചകന്റെ പരിശുദ്ധമായ മനസ്സിൽ സങ്കടത്തിന്റെ കനൽ കോരിയിട്ട വർത്തമാനം എന്തായിരുന്നു എന്ന് മണ്ണാർക്കാട് പഠിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട ജനസാഗരത്തിനോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഫാത്തിമ റളിയല്ലാഹു അൻഹ ആഗ്രഹിച്ചതുപോലെ, സഹാബികൾ കൊതിച്ചതുപോലെ അല്ലാഹുവിന്റെ റസൂൽ പറയാൻ തുടങ്ങി, ഫാത്തിമ, ഈ പ്രവിശാലമായ ലോകം തകർന്ന് തരിപ്പണമാകുന്ന ഒരു ഭയാനകരമായ ദിവസത്തിന്റെ മുന്നറിയിപ്പുമായിട്ടാണ് ജിബ്രീൽ വന്നത് ഫാത്തിമ. ആകാശം തകർന്നു വീഴുന്ന, പർവ്വതങ്ങൾ പഞ്ഞിക്കെട്ടുപോലെ പാറിപ്പറക്കുന്ന ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ചിരിക്കുന്ന സർവ ചരാചരങ്ങളും മണ്ണടിഞ്ഞു പോകുന്ന, ഭൂമി ആടി ഉലയുന്ന, എല്ലാവരും അത്ഭുത പരതന്ത്രരായിട്ട് ഓടി ഒളിക്കുന്ന ഭയാനകരമായ ഒരു ദിവസം വരാനുണ്ടെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് പറഞ്ഞു ഫാത്തിമ. എന്നിട്ട് പറയുകയാണ്, ഫാത്തിമ, അതല്ല എന്നെ സങ്കടപ്പെടുത്തിയത്. എല്ലാവരും ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൂറന്ന കാഹളത്തിലെ 1ാമത്തെ ഊതലോടുകൂടി ലോകം തകർന്നടിയുമ്പോ 2ാമത് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിലൂതുമ്പോ ഖബറിന്റെ അകത്തുനിന്ന് മരിച്ചു കിടന്നവരൊക്കെ എഴുന്നേറ്റ് വരികയാ. ഇത് സങ്കടത്തിന്റെ ദിവസമാണല്ലോ, ഇത് ഖേദത്തിന്റെ, ദുഃഖത്തിന്റെ, പ്രയാസത്തിന്റെ ദിവസമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിന്റെ അകത്തിരുന്ന് എഴുന്നേറ്റ് വരും ഫാത്തിമ. അങ്ങനെ എഴുന്നേറ്റ് വന്ന് കഴിയുമ്പോ അവിടെയാണ് സങ്കടം ഫാത്തിമ, അവിടെയാണ് സങ്കടം ഫാത്തിമ. ചുട്ടുപൊള്ളുന്ന ചെമ്പ് പഴുത്ത തറയിൽ മനുഷ്യർ നിന്നുകൊണ്ട് വിയർപ്പിൽ കുളിച്ചുകൊണ്ട് എനിക്ക് സ്വർഗമാണോ നരകമാണോ എന്നറിയാറ് പ്രതിസന്ധിയിൽ കലങ്ങി നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫാത്തിമ, അത്ഭുതത്തോടെ മനുഷ്യനൊരു കാഴ്ച കാണുകയാണ്, അത്ഭുതത്തോടെ മനുഷ്യനൊരു കാഴ്ച കാണുകയാണ്. ജിബ്രീൽ എന്നോട് പറഞ്ഞതെന്തെന്നറിയോ? ഓ ജീ അബി ജഹന്നമ, ജഹന്നമിനെ കൊണ്ടുവരികയാ, നരകത്തെ കൊണ്ടുവരികയാ.
നിസ്കാരമില്ലാത്ത, നോമ്പ് പിടിക്കാത്ത, ഇബാദത്ത് ചെയ്യാത്ത, പലിശ വാങ്ങുന്ന, കള്ളു കുടിക്കുന്ന ധിക്കാരികളെ കിടത്തുന്ന ആ നരകത്തിന്റെ ഒരു ഭാഗത്തെ വലിച്ചിഴച്ചു കൊണ്ടുവരും. നബിയേ, തുഖാദു ബി 70,000 സമാം, 70,000 ചങ്ങല, 70,000 ചങ്ങലയിട്ടുകൊണ്ടാണ് ആ നരകത്തെ മഹ്ശറയിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാണ്. ഫാത്തിമ, 70,000 ചങ്ങലയിട്ടുകൊണ്ട് വലിച്ചു കൊണ്ടുവരുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തിന്റെ ഓരോ ചങ്ങലയിലും പിടിച്ചിരിക്കുന്നത് അല്ലാഹുവിന്റെ 70,000 മലക്കുകളാണ്. ഒരു ചങ്ങലയിൽ 70,000 മലക്കുകൾ. അങ്ങനെ 70,000 ചങ്ങലകൾ ആ നരകത്തെ വലിച്ചിഴച്ചു കൊണ്ടുവരുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഓരോ മലക്കിന്റെ കയ്യിലും കണ്ടാൽ ഭാരമുള്ള വലിയ ഓരോ ഇരുമ്പിന്റെ ദണ്ഡുകൾ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഫാത്തിമ, ലൗ ജുമിഅ ഹദീദുദ് ദുനിയാ കുല്ലഹു മാ അദല മിൻഹാ, ഈ ദുനിയാവിലുള്ള മുഴുവൻ ഇരുമ്പ് കഷണങ്ങളും, ഈ ദുനിയാവിലുള്ള മുഴുവൻ ഇരുമ്പ് കൂടങ്ങളും ഒരുമിച്ച് വെച്ചാ പോലും ആ ഒരു മലക്കിന്റെ കയ്യിലിരിക്കുന്ന ഇരുമ്പിന്റെ ദണ്ഡിനോളം എത്തുകയില്ലെന്ന് റസൂല് പറഞ്ഞിട്ട് കരയുകയാണ്. എന്നിട്ട് പറയുന്നു, ഫാത്തിമ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെങ്കിലും ആ നരകത്തിൽ കിടക്കുന്ന രംഗം എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല ഫാത്തിമ. കാലഘട്ടം ഒരുപാട് കഴിഞ്ഞു പോകുമ്പോ ഫർള് നമസ്കാരങ്ങളെ പുറം കാലുകൊണ്ട് വലിച്ചെറിയുന്ന, തലമറക്കുന്നതിന്റെ ഭയമില്ലാത്ത, വ്യഭിചാരവും കള്ളുകുടിയും തെമ്മാടിത്തരങ്ങളുമായി, ഭൗതിക ലോകത്ത് അനിസ്ലാമികമായ പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞുകൂടുമ്പോ മനുഷ്യർ നരകം മറന്നു പോകുന്നതാണ്, മനുഷ്യർ സ്വർഗം മറന്നു പോകുന്നതാണ്, മനുഷ്യർ മരണം മറന്നു പോകുന്നതാണ്. മനുഷ്യർ ഭൗതിക ലോകത്തിന്റെ ആഡംബരം കൊണ്ട് ഈ മരണത്തിന് ശേഷമുള്ള ഭയാനകരമായ ഒരവസ്ഥാവിശേഷത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയുണ്ട്. ആ ഒരു രംഗമോർത്തിട്ട് ഞാൻ കരഞ്ഞു പോകുന്നതാണെന്ന് അല്ലാഹുവിന്റെ റസൂല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്റെ പരിശുദ്ധ പള്ളിക്കകത്തിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുക്കുമ്പോ, ആരാണ് മണ്ണാർക്കാട് വന്നവരെ നമുക്ക് ഗ്യാരണ്ടി തന്നത്? ആരാണ് പെങ്ങളെ നമുക്ക് ഉറപ്പ് തന്നത്? രക്ഷയില്ല, എവിടെന്നും രക്ഷയില്ല. ഈ ഭൗതിക ലോകത്ത് പിശാചിന്റെ ഉരുക്കുകോട്ടകളെ തകർത്തെറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ സ്വർഗം വാങ്ങാ ജീവിതത്തെ മാറ്റിവെച്ചല്ലാറ് എന്റെ പ്രിയപ്പെട്ടവരെ സമാധാനമില്ല, എന്റെ സഹോദരങ്ങളെ സ്വസ്ഥതയില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ലാ തൻസുൽ അലീമത്തൈൻ, നിങ്ങൾ എവിടെ പോയാലും രണ്ട് കാര്യം മറക്കാൻ പാടില്ല. ലോകത്തെവിടെ പോയാലും രണ്ട് കാര്യം മറക്കരുത്. ഏതാഘോഷത്തിന് പോയാലും രണ്ട് കാര്യം മറക്കരുത്. എത്ര ജീവിത രീതികൾ നിങ്ങൾ നേടിയാലും ഈ പറയുന്ന രണ്ട് കാര്യം നിങ്ങൾ മറക്കരുത്. എന്റെ ഈ സദസ്സിൽ വന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാ, സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുമ്പോഴും വിപുലമായ സജ്ജീകരണത്തോടെ ജീവിക്കുമ്പോഴും സൗകര്യങ്ങളുള്ള കുടുംബത്തിൽ അന്തരീക്ഷത്തിൽ ആസ്വദിച്ചുകൊണ്ട് കഴിയുമ്പോഴും വിലപിടിപ്പുള്ള വാഹനത്തിന്റെ അകത്ത് യാത്ര ചെയ്യുമ്പോഴും വിലപിടിപ്പുള്ള വസ്ത്രം നിങ്ങൾ ധരിക്കുമ്പോഴും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മറക്കല്ലേ, ലാ തൻസുൽ അലീമത്തൈൻ, രണ്ട് പ്രധാനപ്പെട്ട വസ്തുക്കളെ നിങ്ങൾ മറക്കല്ലേ. സഹാബികൾ പറഞ്ഞു, നബിയേ, വമൽ അലീമത്താൻ, ആ രണ്ട് വസ്തുക്കൾ എന്താണ്? മണ്ണാർക്കാട്ടെ പെങ്ങൾ മറന്നുപോയ വസ്തുക്കളാണ്. ആഡംബരത്തിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട്, ആഡംബരത്തിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് നേരം പുലർന്നത് മുതൽ നിലക്കണ്ണാടിയുടെ മുമ്പ് ഇരുന്നിട്ട് ചുണ്ടു ചുമപ്പിച്ച പെണ്ണേ, തന്റെ കാലിന്റെ തൊടയുടെ നിറമുള്ള, കാൽമുട്ടിന്റെ നിറമുള്ള, കാലിന്റെ തൊലിയുടെ നിറമുള്ള ലെഗിൻസ് ധരിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് മണ്ണാർക്കാടുള്ള കാമവെറിയന്മാരുടെ കണ്ണില് കാമക്കിളിയായി പാറിപ്പറക്കാൻ കൊതിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ, വേദനയോടെ
പ്രസവിച്ച മാതാവിന് പട്ടിക്കൂടിനകത്തടച്ചിട്ട് ആ പട്ടി കഴിക്കുന്ന ബിസ്ക്കറ്റ് പോലും കൊടുക്കാതെ പട്ടിണിക്കിട്ട് കൊല്ലാൻ മനസ്സ് ദാഹിച്ചിരിക്കുന്ന മൃഗതുല്യരായ ആധുനിക കാലഘട്ടത്തിലെ ചെറുപ്പക്കാരാ, 90 വയസ്സുള്ള ക്യാൻസർ രോഗം വന്ന മാതാവിനെ പോലും വെറുതെ വിടാതെ ക്രൂരമായി പീഡിപ്പിക്കാൻ മനസ്സുകൊണ്ട് രംഗത്ത് വന്ന കാപാലികന്മാരുടെ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മറക്കല്ലേ. നിങ്ങൾ ചിരിച്ചാലും നിങ്ങൾ കരഞ്ഞാലും മറക്കല്ലേ, നിങ്ങൾ രസിച്ചാലും നിങ്ങൾ സുഖിച്ചാലും മറക്കല്ലേ, ഈ വരാൻ പോകുന്ന 2 പ്രധാനപ്പെട്ട സംഭവം മറക്കല്ലേ. സഹാബികൾ പറഞ്ഞു, വമൽ അലീമത്താ, എന്താണ് നബിയേ ആ മർമ്മപ്രധാനമായ ഒരിക്കലും മനുഷ്യൻ മറക്കാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട 2 കാര്യമേതെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽ ജന്നത്തു വന്നാർ, അതിലൊന്ന് സ്വർഗമാണ്, മറ്റൊന്ന് നരകമാണ്. അത് രണ്ടും നിങ്ങൾ മറക്കല്ലേ, അത് രണ്ടും നിങ്ങൾ മറക്കല്ലേ. മറക്കല്ല പെങ്ങളെ. ഓണം വെക്കേഷൻ, ബലിപെരുന്നാളിന്റെ വെക്കേഷനില് കടല് കിടന്ന് കഷ്ടപ്പെടാൻ പോയ ഭർത്താവ് നാട്ടിലേക്ക് മടങ്ങി വന്നപ്പോ ഭാര്യയും മക്കളും നിർബന്ധിച്ചിട്ട് ടൂറിന് പോവുകയാണ്. കാണാനഴകുള്ള സൗന്ദര്യവർദ്ധന വസ്തുക്കൾ പുരട്ടിയിട്ട് സൗന്ദര്യമുള്ള കണ്ണിന് മങ്ങലേക്കുന്ന പ്രഭ പരത്തുന്ന കാഴ്ചകൾ കാണാ. ലോകത്തിന്റെ നാനാഭാഗത്ത് ആഘോഷങ്ങളുടെ അകമ്പടിയോടെ ഓടി നടന്ന പെങ്ങളെ, ഈ ആഘോഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് സുന്ദരിയാര മണവാട്ടിയെ മറന്നിട്ട് പടച്ചതമ്പുരാന് വേണ്ടി പോരാട്ട വീര്യത്തോടെ രംഗത്ത് വന്ന് വെട്ടേറ്റുകൊണ്ട് പിടഞ്ഞു വീണ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? ഈ ദുനിയാവിന്റെ മുഴുവൻ വസ്തുക്കളെക്കാളും വിലപിടിപ്പുള്ള ഒരു ചെറിയ കർച്ചീപ്പാണ് നാളെ സ്വർഗത്തിൽ അല്ലാഹു സഅദിന് കൊടുക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് സുന്ദരിയായ മണവാട്ടിയെ, വിവാഹത്തിന്റെ രാത്രിയെ, ഭൗതിക ലോകത്തെ സുഖത്തെ രസത്തെ മറന്നിട്ട് ഇറങ്ങിപ്പോയ സഅദ് റളിയല്ലാഹു അൻഹു ശരീരത്തിന്റെ ഓരോ ഭാഗത്ത് വെട്ടേറ്റ് മുറിവേറ്റ് പിടഞ്ഞു വീണ് ഷഹീദാകുമ്പോ ആ സഅദ് റളിയല്ലാഹു അൻഹുവിനെ സ്വർഗത്തിൽ അല്ലാഹു കയ്യിൽ വെക്കാൻ കൊടുക്കുന്ന ചെറിയൊരു ടവൽ, ഒരു കർച്ചീപ്പ് ഈ ദുനിയാവിനെക്കാളും വിലപിടിപ്പുള്ളതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെയാകുമ്പോൾ ഈ ഓണാഘോഷത്തിനിടയിൽ നടക്കുന്ന സർക്കസ് കാണാൻ പോയിട്ട് നമ്മുടെ കണ്ണുകളെ ഹറാമിൻ്റെ ഒരു രസത്തിലേക്ക്, സുഖത്തിലേക്ക് പറഞ്ഞു വിടണം. ഒരു സഹോദരൻ പറഞ്ഞു, സർക്കസിലെ സ്ത്രീകളെ കണ്ട അത്ര സുഖമെന്ന് തോന്നൂല ഉസ്താദേ, അപ്പോൾ അത് ഹറാമല്ല. സർക്കസിലെ സ്ത്രീയെ നോക്കിയാലും PT ഉഷയെ നോക്കിയാലും സുഖം തോന്നുന്ന പെണ്ണ് നോക്കിയാലും തോന്നാത്ത പെണ്ണ് നോക്കിയാലും നഗ്നത, പെണ്ണിൻ്റെ ഔറത്ത്, അത് ഹറാമ് തന്നെയാണ്. അൽ മർഅത്തു ഔറ, പെണ്ണ് മൊത്തത്തിൽ പെണ്ണ് തന്നെ ഒരു ഔറത്താണ്. അപ്പൊ ഇത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഗൗരവം ചിന്തിക്കേണ്ട വിഷയമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇത് രണ്ടും നിങ്ങൾ മറക്കരുത്. ഇതൊരു മരണ വീട്ടിൽ മാത്രം ഓർമ്മിച്ചാൽ പോരാ. ഒരു മരണ വീട്ടിൽ ഇന്ന് എൻ്റെ വാഹനം ഓടിക്കുന്ന നിയാസ് എന്ന പ്രിയപ്പെട്ട സഹോദരനെ വിളിച്ചുകൊണ്ട് ഒരു പ്രിയപ്പെട്ട അനുജൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഇക്ക മരിച്ചുപോയി. കളിക്കുന്നതിന് വേണ്ടി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ ദേഹം തളർന്നു വീണു, മരണപ്പെട്ടുപോയി. 27 or 29 വയസ്സ് പ്രായമുള്ളൂ. നെഞ്ചുവേദന വന്ന് മരിച്ചു. ഒരു യുവാക്കൾ പണ്ടൊക്കെ 50 or 60 വയസ്സാകുന്നവരാണ് ഈ ഇത്തരം അസുഖങ്ങൾ വന്ന് മരിക്കുക. ഒരു അസുഖമായിട്ട് കിടന്നെങ്കിൽ ആ ഉമ്മ വിചാരിക്കും ചിലപ്പോൾ മരിച്ചുപോയെങ്കിലോ എന്ന് രാത്രിയോ പകലെങ്കിലും ചിന്തിക്കും. 2 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിരുന്നെങ്കിൽ കൂട്ടുകാരെങ്കിലും മനസ്സുകൊണ്ട് ചിന്തിക്കും, അല്ലേ, ചിലപ്പോൾ മരിച്ചു പോയാലോ എന്ന് ചിന്തിക്കും. പക്ഷെ ഇതല്ല പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് കുഴഞ്ഞ് വീണിട്ട് മരണപ്പെടുകയാണ്. ഇന്ന് എൻ്റെ നാട്ടിൽ മരണപ്പെട്ടു. പൊതുപ്രവർത്തകനായ ആ സാബിക്കലി തങ്ങൊക്കെ അറിയുന്ന താഹ എന്ന് പറയുന്ന ആ സഹോദരൻ്റെ അനുജൻ നെഞ്ചുവേദന വന്ന് മരണപ്പെട്ടു. ഒരു വേദന വരുന്നു, 2 കൈകൊണ്ട് മനുഷ്യൻ അമർത്തി പിടിക്കുന്നു, മിനിറ്റുകൾക്കകത്ത് മരണപ്പെടുന്നു. ഇതാണ് ഇന്നത്തെ അവസ്ഥ. അല്ലാഹുവേ, പടച്ചവനെ, സ്വർഗത്തെയും നരകത്തെയും മറന്നു പോകുന്ന അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലാ.
എത്ര സുഖം ഭൗതിക ലോകത്ത് വന്നാലും സ്വർഗത്തിന്റെ ഒരു നിമിഷത്തിന് തുല്യമാകില്ല. എത്ര പ്രയാസവും എത്ര സങ്കടവും ഈ ദുനിയാവിൽ നിങ്ങൾ അനുഭവിച്ചാലും നരകത്തിന്റെ തീക്കട്ടയോളം വരൂല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ലൗ തഅലമൂന മിൻ ഇൽമിൽ ആഖിറ, പരലോകത്തിന്റെ കാര്യം ഞാൻ അറിയുന്ന പോലെ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, മരണത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച് ഞാൻ അറിയുന്ന ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നല്ല, മസീത്തും മിനസ് സഈദ്, നിങ്ങൾ മരുഭൂമിയിലേക്ക് ഓടുമായിരുന്നു. ഞാൻ അറിയുന്ന പോലെ അസ്റായിലിനെ കുറിച്ച്, മരണത്തെക്കുറിച്ച്, ഖബറിനെ കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ നിങ്ങൾ പിന്നെ ഇറങ്ങി ഓടുമായിരുന്നു. ഭാര്യ വേണ്ട, മക്കള് വേണ്ട, കുടുംബം വേണ്ട, ഇറങ്ങി ഓടുമായിരുന്നു. എന്നിട്ടോ വല ഹസൈത്തുമലാർ ഊസിക്ക് മുത്തുറാബ്, മണ്ണുവാരി തലയിലിടുമായിരുന്നെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തേ നമ്മളോടാത്തത്? നമുക്കതിനെ കുറിച്ചറിയില്ല, നമുക്കതിനെ കുറിച്ചറിയില്ല. ജീവിതകാലത്ത് ഒരു അന്യ സ്ത്രീയുടെ മുഖത്ത് പോലും നോക്കാതെ തന്റെ കണ്ണുകളെ സംരക്ഷിച്ച മഹാനാര ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദഹു അവരുടെ മുഖം ഇന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോയിലൂടെ കാണുമ്പോ തന്നെ നമ്മുടെ മനസ്സിന്റെ അകത്ത് അത്ഭുതം തോന്നുന്നത് എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹുവിലുള്ള ഭയം കൊണ്ട് ഒരു ഹറാമിലേക്ക് തന്റെ കണ്ണിനെ, തന്റെ ചിന്തയെ പറഞ്ഞു വിടാറ് കാത്തു സൂക്ഷിച്ചത് കൊണ്ടാണ്. കണ്ണിയപ്പുസ്താർ എന്ന പേര് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണ് നിറയുന്നത് എന്തുകൊണ്ടാണ്? വർഷങ്ങളോളം ജീവിച്ചിട്ട് തന്റെ കൂടെ നടന്ന പരിശോധന നടത്തുന്നവർക്കും ശിഷ്യഗണങ്ങൾക്കും ശത്രുക്കൾക്കും പോലും ഒരു ഹറാം അല്ലെങ്കിൽ ഒരു കറാഹത്ത് പോലും ചെയ്യുന്നത് കാണാൻ കഴിയാത്ത പവിത്രമായ ജീവിതത്തിന്റെ ഉടമയായത് അവരൊക്കെ സ്വർഗ നരകങ്ങളെ കുറിച്ച് പഠിച്ചത് കൊണ്ടാ. ബോധം വേണം ചെറുപ്പക്കാരോ. എന്റെ പൊന്നു ഉമ്മത്തിന്റെ, എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയുകയാ, അല്ലാഹു ആരോഗ്യം തന്ന യുവത്വമേ, അല്ലാഹു ആഫിയത്ത് തന്ന യുവത്വമേ, അല്ലാഹു സമ്പത്ത് തന്ന പെങ്ങളെ, അല്ലാഹു ജീവിക്കാൻ അവസരം തന്ന പ്രിയപ്പെട്ടവരെ, ആരംഭ റസൂല് പറയുന്നു, ഞാൻ അറിഞ്ഞത് നിങ്ങൾക്കറിയില്ല, നരകത്തെ കുറിച്ചറിയില്ല, മരണത്തെ കുറിച്ചറിയില്ല, ആ മരണത്തിന്റെ ബേജാറിനെ കുറിച്ചറിയില്ല. ഖബറിന്റെ അകത്ത് കൊണ്ടുവെക്കുമ്പോ അഗാധമായ ഖബറിന്റെ ഗർത്തത്തിനകത്ത് കിടന്ന് കൈകാലിട്ടടിക്കുന്ന മനുഷ്യന്റെ ഭയാനകരമായ ആ നിമിഷത്തെ കുറിച്ച് നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്കറിഞ്ഞിരുന്നു എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഭാര്യയും മക്കളും വീടും കുടുംബവും സുഖവും രസവും ആഡംബവും ആനന്ദവും ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ മരുഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയിട്ട് മണ്ണുവാരി തലയിലിട്ടിട്ട് നിങ്ങൾ നെഞ്ചത്തടിച്ച് നിലവിളിക്കുമായിരുന്നു എന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ചില സൂചനകളായി കുറെ ഹദീസുകൾ പറഞ്ഞു. ചെറിയ ചെറിയ സൂചനകൾ, അത് പറയുമ്പോ തന്നെ പേടിയാവുകയാണ്. ആരാണ് മണ്ണാർക്കാട്, ആരാ നമുക്ക് ഗ്യാരണ്ടി തന്നത്? നമ്മുടെ ഈ നിസ്കാരത്തെ എങ്ങനെ എടുത്ത് കാണിക്കും പടച്ചവന്റെ മുമ്പേ? നമ്മുടെ നിസ്കാരത്ത് കാണിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? മഹാന്മാര് ചെയ്ത ഇബാദത്തും നമ്മുടെ ഇബാദത്തും എടുത്തു വെച്ചിട്ട് പരസ്പരം കമ്പയർ ചെയ്തിട്ട് ഇതിനെ അള്ളാഹുവിന്റെ കോടതിയിലൊന്ന് കാണിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? പെങ്ങളെ, നിനക്ക് ധൈര്യമുണ്ടോ? സീരിയൽ കാണുന്നതിനിടയിൽ പെട്ടെന്ന് പോയെന്ന് കുനിഞ്ഞു നിവർന്നിട്ട് മുസല്ലമടക്കി കട്ടിലിനടിയിലേക്ക് തള്ളിയിടുന്ന നിനക്ക് ഇതെന്റെ ഇബാദത്താണെന്ന് റാബിയത്തുൽ അദവിയയും നഫീസത്തുൽ മിസ്രിയയും കൈകൊണ്ട് കബർ കുഴിച്ചിട്ട് ആ കബറിന്റെ അകത്തിറങ്ങിയിരുന്ന ഖുർആൻ ഓതി 6000-ലധികം ഖത്തം തീർത്ത നഫീസത്തുൽ മിസ്രിയയുടെ മുമ്പിൽ വെച്ച് അല്ലാഹുവിനെ മണ്ണാർക്കാട്ട് പെങ്ങളെ നിന്റെ നിസ്കാരം കാണിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? എങ്ങനെ കാണിക്കും നമ്മൾ? രാത്രി നീര് വരുന്നതുവരെ നമ്മുടെ മുത്തു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിട്ട് നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ആയിഷ എന്ന മറുപടി കൊടുക്കുമ്പോ നമ്മുടെ നിസ്കാരം അതിന്റെ കൂട്ടത്തിൽ അള്ളാഹിന്റെ അടുത്ത് എങ്ങനെ കാണിക്കും? അല്ലാഹുവേ, ഇബാദത്ത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടൂലെന്ന് ഞങ്ങൾക്കറിയാം, നിസ്കാരം കൊണ്ട് രക്ഷപ്പെടൂലെന്ന് ഞങ്ങൾക്കറിയാം. ജാഹിലീങ്ങളായ പൊട്ടന്മാരായ ഞങ്ങളുടെ നിസ്കാരം നിന്റെ കോടതിയിലെടുത്ത് കാണിക്കാൻ ഞങ്ങൾക്ക് പേടിയാണ്. പക്ഷേ നിന്റെ ഔദാര്യം കൊണ്ട് ആ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ പ്രസവിച്ച ഉമ്മയെയും ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച വാപ്പയെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെയും നീ കാക്കണ റബ്ബേ.
ആത്മാർത്ഥതയോടെ എപ്പോഴും നിങ്ങൾ ദ്വാരക്കണം. അതിന് ഇത്തരം മജ്ലിസുകളെ ഉപയോഗപ്പെടുത്തണം. എന്നിട്ട് അള്ളാഹിനെ ദ്വാരക്കണം. അല്ലാതെ നിങ്ങൾ വിചാരിക്കണ പോലെ നമ്മൾ ഈ ചെയ്യണത് കാണിച്ചിട്ട് രക്ഷപ്പെടാനൊന്നും ഇവിടെ പറ്റൂല. മഹാന്മാരൊക്കെ എത്ര ത്യാഗം ചെയ്തിട്ടാണ് ജീവിച്ചത്. അവർക്ക് പേടിയായിരുന്നല്ലോ, അവർക്ക് ഭയമായിരുന്നല്ലോ. അതുകൊണ്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറയണ്ട. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു ആരായിരുന്നു അവരൊക്കെ? മുഅത്തത്ത് യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് നാളെ പോകുമ്പോ മുഅത്തത്തിന്റെ പതാക നീ പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏൽപ്പിച്ച അബ്ദുല്ലാഹി ബിൻ റവാഹ. ഒരാൾ മരണപ്പെട്ടാൽ അടുത്ത ആളുടെ കയ്യിൽ, അദ്ദേഹം മരണപ്പെട്ടാൽ അടുത്ത ആളുടെ കയ്യിൽ. അപ്പൊ അവർ 3 പേരും മരിക്കും എന്ന് ഉറപ്പായി. അതാണ് ദീനിന്റെ ഖിദ്മത്ത് എന്ന് പറഞ്ഞ, മരിക്കും എന്നുറപ്പായ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങാനുള്ള ഒരു താല്പര്യം, മരിക്കുമെന്നുറപ്പായ ഒരു പ്രവർത്തനത്തിന് വേണ്ടി സജീവമായി ഇറങ്ങാനുള്ള ഒരു താല്പര്യം അവരിൽ വരുന്നു. നമ്മളാണെങ്കിലോ ചിലപ്പോ നാളെ സുബൈക്ക് അനഫി പള്ളിയിലൊരു ബോംബ് വീഴാൻ സാധ്യതയുണ്ടെന്നൊരു മെസ്സേജ് വന്നാൽ ഒറ്റെണ്ണം സുബൈക്ക് പള്ളിയിൽ പോകില്ല. ഞാൻ എന്നെയും നിങ്ങളെയും ചേർത്ത് പറയാൻ, നമ്മൾ ഇച്ചിരി ജീവിതത്തെ സ്നേഹിക്കുന്നവരാണ്. അല്പ സുഖരസം നമുക്ക് വേണം അല്ലേ? ഹജ്ജിന് പോയിട്ട് മിനയിൽ AC ഇല്ലാത്തതിന് അമീറിന്റെ കൊങ്ങയ്ക്ക് പിടിച്ച നാടാണ് കേരളം. എന്തോടാ പൈസ ഇത്ര 2 ലക്ഷം രൂപ 2.5 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിട്ട് നമ്മുടെ ടെൻറ്റിൽ എന്ത് AC ഇല്ലാത്തന്നാ? ചോദ്യം ഒരുപക്ഷെ ന്യായമായിരിക്കാം. പക്ഷേ അത് ഏത് അമലിൽ എവിടെ വെച്ച് എന്തിന് എന്ന് സഗൗരവം ആണും പെണ്ണും ചിന്തിക്കും. ഇതാണ് മനുഷ്യർ. കഷ്ടപ്പാട് ഇഷ്ടമല്ല, ത്യാഗം സഹിക്കാൻ താല്പര്യമില്ല. പക്ഷെ ഇവിടുത്തെ സലീമണ്ണനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ലതുപോലെ അറിയാം. ഈ ഡേറ്റ് കൊടുത്തിട്ട് തന്നെ ഇവിടെയുള്ള നിങ്ങൾ ആരോടുമുള്ള ഒരു മഹബത്ത് കൊണ്ടല്ല, അദ്ദേഹത്തിനോടുള്ള ഒരു പ്രത്യേകമായ താല്പര്യം കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്ന കാശ് അദ്ദേഹം കാരുണ്യത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടാണ് ഈ ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞത്. ഇന്ന് അദ്ദേഹത്തെ നമ്മൾ സ്മരിക്കുന്നു. എന്തിനാണ് നമ്മൾ സ്മരിക്കുന്നത്? വലിയൊരു ആലിമായ മനുഷ്യനല്ല, വലിയൊരു പദവിയുള്ളൊരു മനുഷ്യനല്ല, സയ്യിദ് കുടുംബത്തിൽ ജനിച്ച ആളല്ല. അദ്ദേഹത്തിനെ സ്മരിക്കുന്നതിൻ്റെ കാരണം അദ്ദേഹം കുറേ പാവപ്പെട്ടവരെ സഹായിക്കാൻ നേതൃത്വം കൊടുത്തു. ഇത്രയും ജനങ്ങൾ ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി ആമീൻ പറയുന്നു, ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പറയുന്നു. ഇവിടെ ഒരു എളിമിൻ്റെ വേദിയായതുകൊണ്ട് ഇത്രയും മലക്കുകൾ വന്ന് അവരവരോടൊപ്പം ആമീൻ പറയുന്നു. ഈ കാരുണ്യ പ്രവർത്തനത്തിന് ഞാൻ ആദ്യം വന്നിവിടെ പ്രഭാഷണം നടത്തിയപ്പോ അതിനാദ്യമായി 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞ സഹോദരങ്ങൾ ഇവിടെയുണ്ട്. ഒരുപാട് പ്രവർത്തകരുണ്ട്. ഇവർക്ക് എന്തും കൊടുക്കാൻ തയ്യാറായവരുണ്ട്. അല്ലാഹുവേ, അവർക്കൊന്നും ഒരു തളർച്ചയും ഒരു ക്ഷീണവും ഒരു വിളർച്ചയും നീ കൊടുക്കരുത് റബ്ബേ. നിറഞ്ഞ മനസ്സോടെ ദ്വാരക്കാനാണ്, അല്ലാതെ ഇത് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് നിങ്ങളെയൊന്നും അവരെയൊന്നും കാശ് വാങ്ങാനല്ല. കാരണം എന്തേ? ഈ കാരുണ്യ പ്രവർത്തനത്തിന് നിങ്ങളെ നിർബന്ധിച്ച് ഞാൻ വാങ്ങിയിട്ടൊന്നും കാര്യമില്ല. കാരണം ഇവരുടെ കയ്യിലുള്ളതാണ് അവർ കൊടുക്കേണ്ടത്. നിങ്ങൾ തന്നില്ല എന്ന് പറഞ്ഞ് ഓട്ടിച്ചിട്ട് പിടിച്ചുകൊണ്ട് കൊടുക്കേണ്ട. ഒരു ബിൽഡിങ് കെട്ടാനാണെങ്കിൽ ശരി, മറ്റു കാര്യത്തിനാണെങ്കിലും ഒക്കെ. ഇതൊരു കാരുണ്യ പ്രവർത്തനത്തിനാവുമ്പോൾ അതിന് അർഹതപ്പെട്ട കാശ് തന്നെ അവിടെ എത്തണം. അതെത്തും, അതിന് വലിയ പുണ്യമുള്ളതാണല്ലോ. ഞാൻ ഷൗക്കത്തിൻ്റെ കുടുംബ വീട്ടിലിരിക്കുമ്പോൾ ഇവിടുത്തെ സംഘാടകർ ഇത്ര കെട്ടിൽ കുറേ അപേക്ഷകൾ കൊണ്ടുവന്നു. ഞാനത് വായിച്ചു നോക്കിയത്, കുറേ വായിച്ചു, കുറേ തിരിച്ചു കൊടുത്തു. തളർന്നു കിടക്കുന്നവർ എല്ലാം മണ്ണാർക്കാട്. എത്ര സംഘടനകൾ, എത്ര കാരുണ്യ പ്രവർത്തനങ്ങൾ, പക്ഷേ വറ്റുന്നില്ല, തീരുന്നില്ല. ഞാനതിൽ 1-2 പേരുടെ കത്ത് കണ്ടപ്പോൾ പറഞ്ഞു, ഇത് ഞാൻ നടത്തുന്ന ആതുരാലയത്തിലേക്ക് അവരെ കൊണ്ടുപോകാം, നിങ്ങൾ അവരൊന്ന് ഫോണിലൂടെ ബന്ധപ്പെട്ട് നോക്ക്. കാരണം ആരുമില്ലാതെ തളർന്നു വീഴുന്നവർക്ക് ഞാനുണ്ടെന്ന് പറയുമ്പോൾ അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിലൊരാശ്വാസമാണ്. അത് പടച്ചവന്റെ കോടതിയിലെടുത്ത് കാണിക്കാനൊരു സന്തോഷമാണ്. ആ ആതുരാലയത്തിനകത്ത് ബഹുമാനപ്പെട്ട മാഹീൻ എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്. 15 വർഷമായി മുസ്ലിമായിട്ട്, 15 വർഷമായി ആരുമില്ല, ബന്ധുക്കളില്ല. അദ്ദേഹത്തിൻ്റെ ഒരു കാല് പകുതിയേ ഉള്ളൂ. ചെറിയ മനുഷ്യനാണ്, മുഖത്തൊക്കെ ചെറിയ ചെറിയ കുരുക്കളുണ്ട്. കണ്ടാൽ ഒരു വല്ലാത്ത ഒരു ഭീകരരൂപം പോലെ തോന്നും. പക്ഷേ സാധുവാണ്, പാവമാണ്. തിരുവനന്തപുരത്ത് കാരയ്ക്കമണ്ഡപം പള്ളിയുടെ ഭാഗത്തിരുന്ന് വെള്ളിയാഴ്ച വരുന്ന ജനങ്ങളോട് കൈനീട്ടിയിട്ട് ആ കിട്ടുന്ന കാശുകൊണ്ട് ഒരാഴ്ചത്തെ ചിലവ് ജുമാ കഴിയുമ്പോൾ എണ്ണി നോക്കും. ആ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ ആ പൈസ കൊണ്ട് വെള്ളം കുടിച്ച് ചായ കുടിച്ച് കഴിയും. അല്ലാഹുവേ, രോഗം വന്ന് തളർന്നു പോയപ്പോൾ
ആരും നോക്കാനില്ലാതെ ആ മഹലിന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാര് വിളിച്ചപ്പോ സ്നേഹസാഗരമെന്ന ഈ സാധുവാര സഹോദരൻ മനസ്സലിഞ്ഞുപോയ ചില രോഗികളെ കണ്ടപ്പോൾ തളർന്നുകൊണ്ട് തുടങ്ങിയ ആതുരാലയത്തിന്റെ ആംബുലൻസുമായി പോയി കൊണ്ടുവന്നപ്പോ ആ സഹോദരൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഉസ്താദേ, കാരുണ്യത്തിന്റെ മതമെന്ന ഇസ്ലാമിലേക്ക് ഞാൻ കടന്നു വന്നപ്പോ ജനങ്ങൾ എന്നെ സ്വീകരിച്ച് എനിക്ക് വീട് വെച്ച് തന്ന് എനിക്ക് ഭക്ഷണം തന്ന് എന്നെ സഹായിക്കുമെന്നൊക്കെ ഞാൻ വെറുതെ പ്രതീക്ഷിച്ചു പോയി. ആരും വന്നില്ല, നോക്കാനാരും വന്നില്ല. രോഗം വന്ന് പള്ളിയുടെ നടയിൽ കിടന്നപ്പോൾ മനസ്സുകൊണ്ട് ഞാൻ ചിന്തിച്ചു പോയി, ഈ വിശുദ്ധ ഇസ്ലാം ഒന്ന് കളഞ്ഞിട്ട് മറ്റു മതത്തിലേക്ക് പോകേണ്ടി വരുമോ എന്ന്. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പരിസരത്ത് അങ്ങനെ ഒരു ദുരവസ്ഥ നീ വരുത്തരുത് അല്ലാ, നീ വരുത്തരുത് അല്ലാ, നീ വരുത്തരുത് അല്ലാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാവരും നിയത്ത് ചെയ്തിട്ട് കാര്യമായി സഹായിക്കണം. ഇതിൻ്റെ ഒരു പൈസ നുസ്രത്തുൽ മസാക്കിൻ്റെ സംഘാടകരെടുത്ത് ഒരു നാരങ്ങ വെള്ളം പോലും അവർ വാങ്ങിച്ചു കുടിക്കില്ല. കാരണം അവർക്കതിൻ്റെ ആവശ്യമില്ല. അവരെ കയ്യിൽ നിന്ന് കാശിട്ടിട്ട് കുറേ അവർ ചെയ്തു. തങ്ങളും കുറേ അപേക്ഷകൾ വായിച്ചു. നമ്മളെന്നെ കുറേ വായിച്ചിട്ട് മടക്കി വെച്ചു. സഹിക്കാൻ പറ്റൂല കുറേയൊക്കെ കാണുമ്പോൾ. 2 വൃക്ക പോയത്, ഓപ്പറേഷൻ കഴിഞ്ഞത്, 5 ലക്ഷം വേണം, 10 ലക്ഷം വേണം, ക്യാൻസർ ആണെന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ട്. ഇൻഷാ അല്ലാ നിങ്ങളുടെ മുന്നിൽ ബക്കറ്റ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു സംഘടനയ്ക്ക് അപേക്ഷ കൊടുത്ത് പട്ടിണി മാറ്റുന്ന ഗതികേട് തരല്ലേ അല്ലാന്ന് നിയത്ത് ചെയ്തിട്ട് കൊടുക്കുക. ഇതിന് വലിയ താമസമൊന്നും വേണ്ട. ഇങ്ങനെ ഒരു അവസ്ഥ അല്ലാഹു തരണമെങ്കിൽ. അല്ലാഹു വലിയവനാണ്. നമ്മുടെ കഴിവും നമ്മുടെ വീടും നമ്മുടെ വസ്തുവും നമ്മുടെ മക്കളും കുടുംബവും ഒക്കെ തന്നത് അല്ലാഹുവാണ്. ഒരു സെക്കൻഡ് കൊണ്ട് അതിനെ തകിടം മറിക്കാൻ കഴിവുള്ളവനും അല്ലാഹുവാണ്. പടച്ചവനെ, ഞങ്ങളെ കാക്കണേ അല്ലാ. കഴിവില്ലാത്ത അടിമകളാണ് റബ്ബേ, പാവപ്പെട്ട ഞങ്ങളെ കാക്കണേ റബ്ബേ. സ്വല്ലി അലൻ നബി മുഹമ്മദിൻ വ ആലിഹി വസഹബി അജ്മഈൻ. നിങ്ങളുടെ മുന്നിലേക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ ബക്കറ്റ് ഞാൻ കൊടുത്തുവിടുന്നത് അതിനു വേണ്ടിയാണ്. ഇവിടെ വന്ന അപേക്ഷകൾക്കൊരു പരിഹാരം, ഇവിടെ വന്ന അപേക്ഷകൾക്കൊരു ഒരു പരിഹാരം, ഒരു സാന്ത്വനം, ഒരു സന്തോഷം കൊണ്ടുവരുമ്പോൾ കാര്യമായി ആണും പെണ്ണും ഒക്കെ ചെയ്തു കൊടുക്കും. ഇപ്പോഴേ ബക്കറ്റ് വിട്ടത് ഇത്രയും കൂടുതൽ ആളിരിക്കുമ്പോൾ എല്ലാ ഭാഗത്തും സമാധാനത്തോടെ കൃത്യതയോടെ എത്തുന്നതിന് വേണ്ടിയാണ്. മുഅ്തത്ത് യുദ്ധത്തിലേക്ക് വരുന്നു അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിന് പോകാൻ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഒന്ന് വിളിക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തേ കാരണം? അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അള്ളാന്റെ റസൂല് പറഞ്ഞ ഒരു ഹദീസ് ഓർമ്മിച്ചിട്ട് എനിക്ക് സങ്കടം സഹിക്കാനും കഴിയുന്നില്ല. എന്തേ കാരണം? അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആരംഭ റസൂല് പറഞ്ഞു, പരലോകത്ത് എല്ലാ മനുഷ്യർക്കും അല്ലാഹു നരകത്തെ കാണിച്ചു കൊടുക്കുന്നതാണ്. നരകാവകാശികൾക്കും കാണിച്ചു കൊടുക്കും, സ്വർഗാവകാശികൾക്കും കാണിച്ചു കൊടുക്കും. അങ്ങനെ നരകത്തെ അല്ലാഹു കാണിക്കുമ്പോ ഫലം മദ്രി അൻജു മിൻഹാ, ആ നരകത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുമോ എന്ന് എനിക്കറിയില്ല. ആരാണ് ഈ പറയുന്നത്? എന്നെയും നിങ്ങളെയും പോലെ നമസ്കാരം ഖലാക്കുന്നവരല്ല, ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകുന്നവരല്ല, പിന്നെ ആരാ? ആ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ പൈങ്കിളിയായി പറന്നു പോകാൻ കൊതിച്ചവരാണ്, അതിനുവേണ്ടി ജീവിച്ചവരാണ്. ജീവനും ജീവിതവും സമ്പത്തും സർവ്വതും പടച്ചവന് കൊടുത്തവരാണ്. മുഅ്തത്തിന്റെ രണാങ്കണത്തിൽ ഇറങ്ങുമ്പോ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറയുന്നു, അസ്അലുല്ലാഹൽ മഗ്ഫിറ, പടച്ചവനെ എന്റെ പാപങ്ങൾ എനിക്ക് പുറത്തു തരണേ അല്ലാഹ്. ഈ ബോക്സിന്റെ ശബ്ദം അല്പം കുറച്ച് വെച്ചിട്ട് എന്റെ പാപങ്ങൾ എനിക്കൊന്ന് പുറത്തു തരണമല്ല. സങ്കടത്തോടെ പ്രയാസത്തോട് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടിറങ്ങുന്നതെന്തിനാ? ഒരു ഷഹീദിന്റെ കൂലി കിട്ടാറ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിൽ വലിച്ചെറിഞ്ഞു പോയാലോ? ആ ഭയം നമ്മുടെ ഖൽബിൽ ഉണ്ടാകണം. നിസ്കരിക്കുമ്പോഴും ഇബാദത്ത് ചെയ്യുമ്പോഴും ഖുർആൻ ഓതുമ്പോഴും എല്ലാം ആ ഭയം എന്റെ പ്രിയപ്പെട്ട മണ്ണാർക്കാടുകാരാ, എന്റെയും നിങ്ങളുടെയും ഖൽബിൽ ഉണ്ടാവണം, എപ്പോഴും ഉണ്ടാവണം. അതാണ് റസൂലുള്ള പറഞ്ഞത്, മറക്കല്ലേ. ചുരുക്കത്തിൽ ഒരു വഖത്ത് നമസ്കാരം നഷ്ടപ്പെടുത്തിയാൽ, ഖളാഅക്കിയാൽ പോലും ശിക്ഷ, നഷ്ടപ്പെടുത്തിയാൽ എത്രയോ വർഷങ്ങളോളം എത്രയോ നാളുകളോളം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന നരകത്തിൽ കിടക്കണം.
ഒരു ഉദാഹരണത്തിന് ഒരു ഹദീസ് എടുത്തുകൊണ്ട് ഭാര്യ ഭർത്താവ് കുടുംബജീവിതം നയിക്കുമ്പോൾ ഒരു ഭാര്യ ഒരു വക്ത് നമസ്കാരം കളാക്കിയാൽ 50,000 കൊല്ലം ആ ഭാര്യക്ക് സ്വന്തം ഭർത്താവിനെ പരലോകത്ത് കാണാൻ കഴിയൂല എന്ന്. ഒരു സഹായത്തിന് അല്ലെങ്കിൽ ഒരു സമാധാനത്തിന് സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരെ കാണാതെ ഒരു വക്ത് നമസ്കാരം ഒന്ന് കളാകുമ്പോഴുള്ള അവസ്ഥയാണ്. ഒന്ന് കണക്ക് കൂട്ടി നോക്കൂ നിങ്ങൾ. ബാക്കി എന്തെല്ലാം കണക്കുണ്ട്. കഴിഞ്ഞ മാസം വന്ന കറണ്ട് ബില്ലിനേക്കാൾ ഇപ്രാവശ്യം 500 കൂടുതലാണ്. കണക്ക് കൂട്ടും, സർവ്വ കണക്ക് കൂട്ടും. മൊബൈൽ പോസ്റ്റ് പെയ്ഡിൻ്റെതാണെങ്കിൽ അതിൻ്റെ ബില്ലിൻ്റെ കണക്ക് കൂട്ടും. വീട്ടിൽ മക്കളുടെ കുടുംബത്തിൻ്റെ ചിലവ് ആണും പെണ്ണും ഒരുമിച്ച് കൂട്ടും. എന്തുകൊണ്ട്? നമ്മുടെ നമസ്കാരത്തിൻ്റെ ഒരു ചെറിയ കണക്ക് നിങ്ങൾക്ക് കൂട്ടിക്കൂടാ. എത്ര വക്കത്ത് നഷ്ടമായി എന്ന് എൻ്റെ സഹോദരങ്ങളോട് പറയാൻ. നിങ്ങൾക്ക് അരോചകത്വം തോന്നരുത്. വാക്കവി പാട്ട് പാടിയില്ല, ഡാൻസ് കളിച്ചില്ല, തമാശ പറഞ്ഞില്ല, പേടിപ്പിച്ച് നരകം പറഞ്ഞിട്ട് പോയി എന്നൊരു തോന്നലുണ്ടാവരുത്. ഇത് പറയുന്നതിൻ്റെ കാരണം 5 യുവാക്കൾ മിനിങ്ങാന്ന് മരണപ്പെട്ടു. 6 പേര് ഒഴുക്കിൽപ്പെട്ടുപോയി. 4 പേരെ കിട്ടി. 2 പേരുടെ ഉമ്മയും മാതാപിതാക്കൾ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറയുന്നു, എൻ്റെ മക്കളെ കിട്ടുവോ? കിട്ടിയാൽ തന്നെ കൈയും കാലും കണ്ണും ഒക്കെ എങ്ങനെ ആയിരിക്കും? ചിന്തിക്കൂലേ? എൻ്റെ മകൻ വെള്ളത്തിൽ വീണു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചത് എൻ്റെ മകൻ്റെ രൂപം എന്തായിരിക്കും എന്നതാണ്. മരിച്ച സങ്കടത്തിലേറെ സങ്കടം അതായിരുന്നു, കാണുമ്പോൾ എന്തായിരിക്കും റബ്ബേ എന്ന്. പക്ഷേ അള്ളാഹു ജീവിച്ചിരുന്നതിനേക്കാൾ സുന്ദരക്കുട്ടനായി കിടത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ അപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു നല്ല സമാധാനവും ക്ഷമയും ഉണ്ടായത്. ഒഴുക്കിൽപ്പെട്ട് പാറമടകൾക്കിടയിലൂടെ 17, 18, 20, 25 വയസ്സ് പ്രായമായ മക്കൾ തല കല്ലിലിടിച്ച് ഒഴുകിപ്പോകുമ്പോൾ നിങ്ങൾ പറയും, അതിന് ഞാൻ ചെറിയ പ്രായത്തിലെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ശരിക്കും നീന്തൽ പഠിച്ചയാളാ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കഴിവുണ്ടായിരുന്ന എത്രയോ മക്കൾ ഒഴുക്കിൽപ്പെട്ടുപോയി. എത്രയോ കരുത്തർ. മലവെള്ളം ഒലിച്ചു വരുമ്പോൾ അതിന് പിടിച്ചു കയറാൻ മനുഷ്യർക്ക് കഴിയില്ല സഹോദരങ്ങളെ. എത്ര യുവാക്കൾ അപകടത്തിൽ, രോഗം വന്ന്, നെഞ്ചുവേദന വന്നിങ്ങനെ മരിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, അള്ളാന്റെ സ്വർഗത്തിന്റെ പൂങ്കാവനമാകുന്ന ഇൽമിന്റെ മജ്‌ലിസിലിരുന്നു കൊണ്ട് ഒരു നല്ല തീരുമാനമെടുക്കുക. ഇനി എനിക്ക് നമസ്കാരം നഷ്ടപ്പെടൂല. കാരണം നമസ്കാരം നഷ്ടപ്പെട്ടവര് കിടക്കുന്നത് എവിടെയാ? അള്ളാഹുവിനെ വെല്ലുവിളിച്ച ധിക്കാരികൾ കിടക്കുന്ന നരകത്തിലാ. ഹാറൂനെ അറിയുമോ? നമ്രൂദിനെ അറിയുമോ? ഫിർഔനിനെ അറിയുമോ? ഹാമാനിനെ അറിയുമോ? പ്രവാചകന്മാരെ വെല്ലുവിളിച്ച് പടച്ച തമ്പുരാനെ ചീത്ത വിളിച്ച് ഭൗതിക ലോകത്തെ ഏറ്റവും വലിയ നന്ദി കെട്ടവരായി ജീവിച്ച അവന്മാരുടെ കൂടെ നരകത്തിന്റെ അടിപ്പട്ടിൽ കിടന്ന് വെന്തുരുകും ചെറുപ്പക്കാരാ. എന്തു നഷ്ടം വന്നാലും ഞാൻ നമസ്കാരം ഒഴിവാക്കൂല. എത്ര സങ്കടം വന്നാലും പെങ്ങളെ തീരുമാനിക്കുക, ഞാൻ ഇബാദത്ത് മുടക്കൂല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിച്ചു, ഒരു ഹദീസ് പഠിച്ചോ? മണ്ണാർക്കാട് വന്നവര് നരകത്തെ കുറിച്ച് പറയുന്ന ഈ ഒരു ഹദീസ് കൊണ്ട് നിന്റെ മനസ്സിനൊരു മാറ്റമുണ്ടാകട്ടെ. പാറ പോലെ ഉറച്ചിരിക്കുന്ന ഏത് രോഗിയെ കണ്ടാലും പൈസ കൊടുക്കാൻ മടിക്കുന്ന, ഏത് വാത് കേട്ടാലും കരയാൻ മടിക്കുന്ന, എന്ത് സംഭവിച്ചാലും കുലുങ്ങാത്ത പാറമടയുടെ കല്ലുപോലെ അത്ഭുതം തീർത്ത മനുഷ്യ ഹൃദയത്തിന് ചലനമുണ്ടാക്കാൻ ആരംഭ റസൂലിന്റെ ഈ വാക്കുകൾക്ക് കഴിയുന്നതാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഹദ്ദിസ്നാ അനിന്നാരി കൈഫ ഹിയാ. നരകം എന്നാൽ എന്തെന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞു തരിക. എന്താണ് നരകമെന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞു തരിക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ലൗ റഅയ്തുഹാ ലസാല ഖൽബുക മിൻ മകാനിഹി. ആ നരകത്തെ നിനക്കൊന്ന് കാണിച്ചു തന്നാൽ, ആ നരകത്തെ കൊണ്ടുവന്നിട്ട് ഒരല്പമൊന്ന് കാണിച്ചു തന്നാൽ, ലസാല ഖൽബുക മിൻ മകാനിഹി, എവിടെയാണോ ഹൃദയം ഇരിക്കുന്നത് അവിടെ നിന്ന് ആ ഹൃദയം അങ്ങ് തെറ്റിപ്പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ നമ്മുടെ ഹൃദയം ഇരിക്കുന്ന ഈ ഭാഗത്തുനിന്ന് ആ ഹൃദയം അവിടെ നിന്ന് മാറും. അങ്ങനെ സംഭവിക്കുമോ? അങ്ങനെ സംഭവിക്കുന്നതിനാണ് അറ്റാക്ക് എന്ന് പറയാം. പെട്ടെന്നൊരു ഷോക്ക് നമ്മുടെ ഹൃദയത്തിൽ സംഭവിക്കും. പിന്നെ ഹൃദയത്തിന് ചലനം ഉണ്ടാവില്ല.
ഇപ്പോൾ നമ്മളിങ്ങനെ നെഞ്ചിൽ കൈവെക്കുമ്പോൾ ചെറിയൊരു ഡും 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 ഇങ്ങനെ ഒരു ഇടിയുണ്ടല്ലോ, അത് അറ്റാക്ക് സംഭവിച്ച മനുഷ്യന് ആ സമയത്ത് ഉണ്ടാവില്ല. അത് നിന്നു പോകുന്നത് മരണത്തിന് കാരണമാണ്. നിന്നു പോകുന്നത് പെട്ടെന്നൊരു ദുഃഖവാർത്ത കേൾക്കുമ്പോൾ മനസ്സ് കിടുങ്ങിപ്പോവും, മനസ്സ് പതറിപ്പോകും. 27 വർഷമായി ഒരു സഹോദരന്റെ കുഞ്ഞു മരണപ്പെട്ടിട്ട് 27 വർഷം ഒന്നും രണ്ടുമല്ല. അദ്ദേഹം ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് എങ്ങനെയാവും, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാവും, പെട്ടെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തേ കാരണം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ വിദേശത്തായിരുന്നപ്പോഴാണ് എൻ്റെ മകൻ വാഹനം കയറി ഇറങ്ങി മരിച്ചത്. അപ്പോഴത്തന്നെ ഒരാൾ വിളിച്ച് നേരെ പറഞ്ഞു, അപ്പോഴത്തന്നെ വിളിച്ചു പറഞ്ഞു, അതിൽ പിന്നെ വേറെ ആലോചിക്കാൻ പോയില്ല. ആ സമയത്ത് തന്നെ വിളിച്ചു പറഞ്ഞു, മരണപ്പെട്ടുപോയി. മോൻ മരിച്ചു എന്ന വാർത്ത പെട്ടെന്ന് കേട്ടപ്പോൾ മനസ്സിങ്ങനെ ഒന്ന് പിടഞ്ഞുപോയി. ആ പിടയൽ 27 വർഷം കഴിഞ്ഞിട്ടും നിന്നിട്ടില്ല, ഇപ്പോഴും ഇങ്ങനെ നിവറയ്ക്കാണ്. അതുകൊണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്യണം, ഒരു സുഹൃത്തിനോടൊരു മരണവാർത്ത പറയുമ്പോൾ, ഒരു കൂട്ടുകാരനോടൊരു അപകടത്തെക്കുറിച്ച് പറയുമ്പോൾ അതതിൻ്റെ രീതിക്ക് സാവകാശം സമാധാനം പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്. അവിടെ മനുഷ്യൻ്റെ മനസ്സല്ലേ, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റൂല. നരകത്തെക്കുറിച്ച് കേട്ട് സദസ്സിലിരുന്ന് മരിച്ചവരെത്രയാണ്. ഖുതുബുൽ അഖ്താബുൽ ഔസുൽ ആദം തങ്ങൾ പ്രസംഗിക്കുമ്പോൾ 50,000 ആൾ വാത് കേൾക്കാൻ വന്നാൽ 25,000 തിരിച്ചു പോകൂ, ബാക്കി 25,000 അവിടെ ഇരുന്ന് മരിക്കും. നമ്മളൊക്കെ വാത് പറയുമ്പോൾ 10,000 വന്നാൽ 6,000 തിരിച്ചു പോകും, ബാക്കി 4,000 അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോകും അല്ലേ. നമ്മുടെയൊക്കെ അവസ്ഥ അതാണ്. പക്ഷെ ഖുതുബുൽ അഖ്താബ് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഹാല്, അവരുടെ വഅദ്, അവരുടെ സംഭാഷണം, അവരുടെ ശൈലി ആ രീതിയിലായിരുന്നു. അപ്പോൾ ഒരു വർത്തമാനം ഒരാളോട് പറയുമ്പോൾ ഒരു മയത്തിൽ വേണം പറയാൻ. നിങ്ങളൊക്കെ രോഗിയെ കാണാൻ പോകുമ്പോൾ വരെ അവരെ ഉപദ്രവിച്ചിട്ടല്ലേ വരിക. ചെറിയൊരു പനി വന്ന് കിടക്കുകയാണ്, അപ്പോഴത്തന്നെ മക്കൾ ദുആ ചെയ്യും, അല്ലാഹു അപ്പുറത്ത് സൈനവാത്ത കാണാൻ വരല്ലേ റബ്ബേ എൻ്റെ ഉമ്മായ. കാരണം എന്താ, അവർ വന്നാൽ ആദ്യം പറയും ഇതുപോലത്തെ പനി വന്നാണ് 3 പേരെൻ്റെ അപ്പുറത്ത് മരിച്ചതെന്ന് പറയും. അപ്പോഴത്തന്നെ ഈ ചെറിയ പനി ഡെങ്കിപ്പനിയാവും, പിന്നെ അത് മരണമാവും. ഇതാണ് സംഭവം. അപ്പം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കരുത്. മനുഷ്യൻ്റെ മനസ്സ് അറിഞ്ഞിട്ട് കല്ലിമിന്നാസാല ഖദരി ഉഖൂലിഹിം, മനുഷ്യൻ്റെ ഹൃദയം നോക്കിയിട്ട് അതനുസരിച്ച് വേണം സംസാരിക്കാൻ അല്ലേ. ഇപ്പോൾ ലോട്ടറിയുടെ കാലമാണ്. ഏറ്റവും കൂടുതൽ ലോട്ടറി അടിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. അതുകൊണ്ട് കുറേ ആളുകൾ പാലക്കാട്ട് വന്നാണ് ലോട്ടറി എടുക്കുക. പാലക്കാട് പോയിട്ട് ലോട്ടറി എടുക്കണമെന്ന് പറയും. ലോട്ടറിക്കൊരു ബറക്കത്ത് പാലക്കാട് ഉണ്ടെന്നാണ് തോന്നുന്നത്, അല്ലാഹു അഅലം അല്ലേ. ഇപ്പോൾ ഞാൻ നടത്തുന്ന ആദരാലയത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് കാല് മുറിച്ച ഒരു ബാബു എന്ന് പറയുന്ന സഹോദരനെ കൊണ്ടുവന്നു. അദ്ദേഹത്തെ കൊണ്ടുവന്ന് നല്ല സൗകര്യമൊക്കെ ആയി, നല്ല താടി മീശയൊക്കെ വെട്ടി പഠിച്ച് നല്ല സൂപ്പറാക്കി കൊടുത്തു, നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ചു, നല്ല ഉഷാറാക്കി. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഞാനിടയ്ക്ക് പോകുമ്പോൾ ചോദിക്കും, നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹം എന്താ? ഒരു ദിവസം അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഒരു ഓണം ബമ്പർ എടുക്കണം. ഞാൻ പറഞ്ഞു, ആ നല്ല ആഗ്രഹമാണ്. അദ്ദേഹം പറയണ, ഉസ്താദ് ഇത് ആഗ്രഹിക്കുന്നതിനൊരു കാരണമുണ്ട്. കാരണം ഞാൻ ഒരു ഗതിയുമില്ലാതെ മെഡിക്കൽ കോളേജിൽ ഫ്രീ ആയിട്ട് അവിടുത്തെ ആളുകൾ ചികിത്സിച്ചിട്ട് ഇനി ചികിത്സ കഴിഞ്ഞിട്ട് ഇനി ഇറങ്ങിപ്പൊക്കോളണം, ഇനി നമുക്ക് നോക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിടുമ്പോഴാണ് നിങ്ങളുടെ ആതുരാലയത്തിലേക്ക് എനിക്ക് വരാനൊരു അവസരം കിട്ടുന്നത്. അപ്പോൾ ഞാനൊരു ഭാഗ്യവാനല്ലേ. ഇപ്പോൾ ഞാൻ 3 നേരം നല്ല ഭക്ഷണം കഴിക്കുന്നു, എനിക്ക് പാട്ട് വലിയ ഇഷ്ടമാണ്, ഉസ്താദ് എനിക്ക് റേഡിയോ വാങ്ങിക്കൊണ്ട് തന്നു കേൾക്കാൻ അല്ലേ. ആരുമില്ലല്ലോ, മക്കളുണ്ടെങ്കിൽ മക്കളടുത്ത് പറയുമല്ലോ, ഞങ്ങളടുത്ത് പറഞ്ഞപ്പോൾ അത് വാങ്ങിക്കൊണ്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും കിട്ടിയ സ്ഥിതിക്ക് ഈ ഭാഗ്യം നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഒരു ബമ്പർ എടുത്താലോ, ചിലപ്പോൾ അടിക്കണമെങ്കിലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മളെ സ്നേഹസാഗരത്തിൻ്റെ ആംബുലൻസിൽ കൊണ്ടുപോയി എടുപ്പിക്കാൻ വേണ്ടി അവിടെ ഒരാളെ ആക്കി. ഉസ്താദ് അതിലൊരു നമ്പറുണ്ട്, ആ നമ്പർ തന്നെ വേണം, 535. ഓർമ്മിച്ച് വെച്ചു, ഇനിയിപ്പോൾ അങ്ങനെ എടുക്കാമല്ലോ. ഇപ്പോൾ നമ്മുടെ സഹോദരങ്ങളൊക്കെ വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞിറങ്ങുമ്പോൾ ആദ്യം കാണുന്ന വണ്ടിയുടെ നമ്പർ നോക്കിയിട്ട് ആ നമ്പറിലാണ് ഇപ്പോൾ ലോട്ടറി എടുക്കുക. പലരും അങ്ങനെയാണ്. ചില പള്ളി പ്രസിഡൻ്റൊക്കെ ഒതു കൊടുക്കാൻ വേണ്ടി കുനിയുമ്പോൾ പോക്കറ്റിൽ നിന്ന് ലോട്ടറി വീണിട്ടുമുണ്ട്, പറയാൻ ചില സ്ഥലത്തൊക്കെ. അപ്പോൾ ഇത് ഒരു അനുവദനീയമായിട്ട് സമുദായത്തിന് ആർക്കോ തോന്നിപ്പോയി. ഈ സഹോദരൻ 8 കോടി രൂപയുടെ ലോട്ടറി എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, 8 കോടി രൂപ എടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യും? 4 കോടി എനിക്കും, 4 കോടി സ്നേഹസാഗരം ഫൗണ്ടേഷൻ ഉസ്താദിൻ്റെ ആതുരാലയത്തിന്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാലും 8 കോടി തരൂല അല്ലേ. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥയും സാഹചര്യവും അന്തരീക്ഷമൊക്കെ അതാണ്. ഇതുപോലെ ഒരു ലോട്ടറി എടുത്തിട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ ഹോസ്പിറ്റലിൻ്റെ അകത്ത് അഡ്മിറ്റായി പോയപ്പോൾ മകൻ വന്ന്
ഉമ്മച്ചിയോട് പറഞ്ഞു, ഉമ്മ വാപ്പച്ചിക്ക് ലോട്ടറി അടിച്ചിരിക്കുകയാണ്, ആകെ പ്രശ്നമാണ്, ഐസിയുവിൽ കിടക്കുകയാണ്, 1 കോടി രൂപയും കാറും അടിച്ചെന്നറിഞ്ഞാൽ വാപ്പ ഇപ്പം മരിക്കും. കാരണം അറ്റാക്ക് വന്ന് കിടക്കുകയാണ് സംഭവം, ഇനി ഒന്നുകൂടെ നടന്നാൽ അപ്പം തീരും, എന്ത് ചെയ്യും? അപ്പോൾ ഉമ്മ പറഞ്ഞു, ഡോക്ടറെ അടുത്ത് സംസാരിച്ച് നോക്കും. നേരെ ഡോക്ടറെ അടുത്ത് വന്നു. ഡോക്ടർ പറഞ്ഞു, ഇതുപോലത്തെ എത്രയോ കേസ് നമ്മൾ കൈകാര്യം ചെയ്തിരിക്കുകയാണ്, ഇതൊക്കെ വളരെ ഗവൺമെൻറ്റല്ലേ, ഞാൻ റെഡി ആയിക്കോളാം. ഡോക്ടർ നേരെ രോഗിയുടെ അടുത്ത് വിട്ട് പറഞ്ഞു, ലോട്ടറി വല്ലതും എടുത്തിരുന്നു? ചാടി എഴുന്നേറ്റ് ബോധമില്ലാതെ കിടന്ന മനുഷ്യനാണ്. പണമെന്ന് പറയുമ്പോൾ മനുഷ്യൻ എങ്ങനെയാ? എന്നിട്ട് അയാളെടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ലോട്ടറി അടിക്കുമോ? എങ്ങനെ അടിക്കാനാ ഉസ്താദേ? ലോട്ടറി അടിക്കുമായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഐസിയിൽ ഒന്ന് കിടക്കുമോ? ഭാഗ്യം കെട്ടവനല്ലേ, ഇനിയിപ്പോൾ നിങ്ങൾ തരുന്ന ബില്ല് മൊത്തം ഞാൻ അടയ്ക്കണ്ടേ? എനിക്കൊരു ഗതിയില്ലാത്തവനാണ്, എന്നാലും ഒരു ലോട്ടറി എടുത്തിട്ടുണ്ടെന്ന് നോക്കിയിരുന്നെങ്കിലൊന്ന് ഉഷാറായിരുന്നേന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഒരു പക്ഷേ നിങ്ങൾക്ക് 1 കോടി രൂപ അടിച്ചാൽ, അങ്ങനെ അടിക്കൂല സാറേ, എന്നാൽ അടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ ഡോക്ടർ ഇപ്പോൾ പറയല്ലേ, അടിക്കുകയാണെങ്കിൽ 50 ലക്ഷം എന്തായാലും ഡോക്ടർ കയറും, ബാക്കി 50 ഞാൻ എടുക്കും. പറയുന്ന മുമ്പ് ഡോക്ടർ ഇതാ കിടക്കുന്ന ബോധം കിട്ടും. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഇത് നമുക്ക് നമ്മുടെ ഹൃദയം അത്രേ ഉള്ളൂ. നമ്മുടെ ഹൃദയം ഒരു വലിയ സംഭവമൊന്നുമല്ല. പെട്ടെന്ന് നമ്മൾക്ക് ഒരു സങ്കടം, ഒരു കണ്ണീരിൻ്റെ ചരിത്രം ഞാൻ പറയുമ്പോൾ നിങ്ങൾ കരയുന്നു, അതാണ് ഹൃദയം. ആ ഹൃദയത്തിൽ ഇത് കേൾക്കുമ്പോൾ അത് മാറുകയാണ്, നമ്മുടെ മനസ്സിലേക്ക് അത് വരുന്നു, തലച്ചോറിലേക്ക് വരുന്നു, നമ്മുടെ കണ്ണ് നിറഞ്ഞ് കണ്ണീരൊഴുകുന്നു. ഇതാണ് നമ്മുടെ ഹൃദയം. ഈ ഹൃദയം നമ്മളിപ്പോൾ നരകത്തെ കൊണ്ടുവന്ന് അള്ളാഹു ഒരു സെക്കൻഡ് ആ നരകത്തെ ഒന്ന് കാണിച്ചാൽ, അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ, ഹൃദയം ഇരിക്കുന്ന സ്ഥലത്തിൽ നിന്ന് പേടിച്ച് വിറച്ചിട്ട് മാറിപ്പോകും. അള്ളാഹുവേ ഞങ്ങളെ കാക്കണേ റഹ്മാനെ, ഈ നരകത്തിന്റെ ഭാഗമാണ് നിസ്കാരമില്ലാത്തവർ മരിക്കുമ്പോൾ അള്ളാഹു കാണിച്ചു കൊടുക്കുന്നത്. നിസ്കാരമില്ലാത്തവർ, വ്യഭിചാരികൾ, കള്ളുകുടിയന്മാർ, ആഭാസന്മാർ, പലിശക്കാര്, പാവപ്പെട്ടവരുടെ പാത്രത്തിൽ കൈയിട്ട് വാരി കുമ്പ വീർപ്പിച്ചവര്, അവർ മരണപ്പെടുന്ന സമയത്ത് ഈ നരകത്തെ അള്ളാഹു കാണിച്ചു കൊടുക്കുമെന്നാ. അതുകൊണ്ടാണ് പേടിക്കുന്നത്, അതുകൊണ്ടാണ് ഭയപ്പെടുന്നത്, അതുകൊണ്ടാണ് മരിക്കാൻ കിടക്കുന്ന ചില മനുഷ്യരുടെ കണ്ണുകൾ പുറത്തേക്ക് വരുന്നത്. അള്ളാഹുവേ, അവർക്ക് കെലിമ പറയാൻ കഴിയില്ല. പടച്ചവനെ, ഞങ്ങൾക്ക് സ്വർഗം കാണിച്ചു തരണേ അല്ലാ, യോഗ്യതയില്ലാത്തവരാണ് റബ്ബേ, എന്നാലും ഞങ്ങൾക്ക് സ്വർഗം കാണിച്ചു തരണേ അല്ലാ. ഞങ്ങൾ എത്രയോ ദീനീ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാ, കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാ, രോഗികളെ സഹായിക്കുന്നവരാ, സംരക്ഷിക്കുന്നവരാ. അതുകൊണ്ട് മരിക്കുമ്പോ ഞങ്ങൾക്ക് സ്വർഗം കാണിച്ചു തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ നരകം കാണിച്ച് അല്ലാഹു മരിപ്പിക്കുമ്പോ മരിച്ചു പോകുന്ന മനുഷ്യന്റെ അവസ്ഥ എന്തെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവന്റെ ഹൃദയം ഇരിക്കുന്ന ഭാഗത്ത് നിന്ന് മാറും, ഭയന്നു പോകും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവസാനം മരിച്ചത് എങ്ങനെയാ? ഒരു റൂം അടച്ചിട്ട് റൂമിന്റെ അകത്തിരുന്ന് അല്ലാഹുമ്മ അജ്റിനി മിനന്നാർ, നരകത്തെ തൊട്ടെന്നെ കാക്കണേ അല്ലോ എന്ന് പറഞ്ഞു 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 പറഞ്ഞ് ആ റൂമിന്റെ അകത്തിരുന്ന് ആരും കാണാതെ കരഞ്ഞ് കരഞ്ഞ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. എന്തിനാണ് അവരെങ്ങനെ ത്യാഗം ചെയ്തത്? എന്തിനാണ് അവരെങ്ങനെ പ്രാർത്ഥിച്ചത്? അതിന്റെ വല്ല ആവശ്യവുമുണ്ടോ? കാരണം എന്തെന്നറിയോ? രണ്ടാനും മറന്ന് ലോകം തലകുലിക്ക് സമ്മതിച്ച ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ നീതിയുടെ പടവാള് കയ്യിൽ പിടിച്ചുകൊണ്ട് ഖിലാഫത്തിന്റെ ലോകത്ത് ജീവിച്ച മഹാനുഭാവനാണ്. ചരിത്രത്തിലേറെ മധുര മനോഹരമായ നിമിഷങ്ങളിലൂടെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം കാണാം. കുഞ്ഞുനാളിലൊക്കെ ഞങ്ങളൊക്കെ മദ്രസയിൽ നബിദിന മത്സരത്തിനൊക്കെ പാടിയിട്ടുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രഗാനം ഉണ്ട്. സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായിതാലണ കയ്യിൽ ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാ. അങ്ങാര് എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും കാലണയില്ല യാചകനാണെന്നോ. ഉണ്ടു സഖി ഒരു
ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാ. ഒരു കുല മുന്തിരി വാങ്ങി കഴിക്കാൻ കാശില്ലാത്ത രാജാവായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. പേടിയായിരുന്ന പടച്ചവനെ പൊതുമുതലിനെ ഇബാദത്തിനോടുള്ള താല്പര്യം കൊണ്ട് ജീവിതത്തിന്റെ സർവ്വസമയങ്ങളും അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച ബഹുമാനപ്പെട്ടവര് അവസാനം ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് പൊട്ടി കരയുകയാണ്. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ആരാ സമാധാനം തന്നത്? മണ്ണാർക്കാട് വന്നവരെ, നിങ്ങൾക്ക് സമാധാനത്തിന്റെ വാത് പറഞ്ഞു തന്നത് ആരാ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് ആരാ നിങ്ങൾക്ക് ഉറപ്പ് തന്നത്? എന്റെ പെങ്ങളെ സൂക്ഷിക്കണം പൊന്നുമോളെ. പണ്ടത്തെ പോലെ വാതിന് വരുമ്പോ നല്ലതുപോലെ തലമറച്ചിരുന്ന ഉമ്മമാര് ഇന്നും വാതിന് വരുമ്പോ പോലും തല നല്ലതുപോലെ മറക്കുന്നില്ല. ബാങ്ക് കേൾക്കുമ്പോ തലമറക്കുന്നില്ല. മഗ്‌രിബിന്റെ സമയത്ത് ഖുർആൻ ഓതലില്ല. നമ്മുടെ വീട് പിശാച് കൊണ്ടുപോയി, നമ്മുടെ ജീവിതം പിശാച് കൊണ്ടുപോയി. എന്റെ ചെറുപ്പക്കാരാ, കള്ളും കഞ്ചാവും മണ്ണും പെണ്ണുമാണ് ലക്ഷ്യമെന്ന് പറഞ്ഞ് ആ ലക്ഷ്യത്തിന് മുന്നിൽ തടസ്സമായി നിൽക്കുന്നത് മരണവേദനയിൽ പ്രസവിച്ച ഉമ്മയാണെങ്കിലും ആ ഉമ്മയുടെ കഴുപ്പറക്കാൻ മനസ്സ് കാണിക്കുന്ന മക്കള്, അല്ലാഹുവിന്റെ കോടതിയിൽ സമാധാനം കിട്ടൂലടാ. പടച്ചോന്റെ കോടതിയിൽ സമാധാനം കിട്ടൂല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്നന്നാറ ലാ യനാമു ഹാരിബുഹാ. നരകത്തെ പേടിക്കുന്നവൻ ഉറങ്ങാൻ പറ്റൂല, നരകത്തെ ചിന്തിക്കുന്നവൻ ഉറങ്ങാൻ പറ്റൂല, നരകത്തെ ആലോചിക്കുന്നവൻ ഉറങ്ങാൻ പറ്റൂല. നിങ്ങൾ ഇന്ന് സുഖമായി വീട്ടിൽ പോയി ഉറങ്ങും. എന്തുകൊണ്ടാ? ഇപ്പം മരിക്കൂല എന്ന ഒരു തോന്നലുള്ളത് കൊണ്ടാണ്. വേണ്ട പെങ്ങളെ, ഇങ്ങനെ ചിന്തിച്ചിരുന്നവരൊക്കെ പോയില്ലേ, ഇങ്ങനെ പറന്നിരുന്നവരൊക്കെ പോയില്ലേ. എപ്പോഴും മരിക്കാ, ഏത് സമയത്തും മരിക്കാ. ചെരുപ്പിന്റെ വാറ് കാലിന്റെ തൊലിയോട് ചേർന്നിരിക്കുന്നതിനേക്കാൾ മരണം നിങ്ങളോട് അടുത്തിരിക്കുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പെങ്ങളെ കരയുക, ചെറുപ്പക്കാരാ ചിന്തിക്കുക. ആ മരണമെന്ന സിംഹം പിടിച്ചു വലിച്ചു കീറി കൊണ്ടുപോകുന്നതിന് മുമ്പ് കരമുയർത്തി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് സ്വർഗം കണ്ടു മരിക്കാൻ കൊതിക്കുക, സ്വർഗം കൊണ്ട് മരിക്കാൻ കൊതിക്കുക. ആ നരകത്തെ കുറിച്ച് ചിന്തിക്കുന്നവൻ ഉറങ്ങാൻ പറ്റൂല. കാരണം എന്തേ? ആ നരകത്തിന്റെ തീയുടെ ശക്തി അപാരമാണ്. നരകത്തിന്റെ തീയുടെ ശക്തി അപാരമാണ്. അടുക്കളയിൽ, മണ്ണാർക്കാട് കുടുംബത്തിലെ വീട്ടിൽ അടുക്കളയിൽ നിന്നുകൊണ്ട് ഗ്യാസ് പൊട്ടിത്തെറിക്കുന്ന രംഗത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കോ? ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ദുഹർ നമസ്കരിച്ചില്ലെങ്കിൽ അസുറിനും നിങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് ഗ്യാസ് പൊട്ടിത്തെറിക്കുമെന്നൊരു മെസ്സേജ് വന്നാൽ നിങ്ങൾ ദുഹർ 4 പ്രാവശ്യം നിസ്കരിക്കും. എന്തുകൊണ്ട്? ഇത് പൊട്ടിത്തെറിച്ചാൽ ഞാനും എൻ്റെ മക്കളും മരിക്കുമെന്ന പേടിയാ. ഈ ഗ്യാസിൻ്റെ തീയേക്കാൾ 70 ഇരട്ടി ശക്തിയുള്ള തീ അള്ളാഹു നരകത്തിൽ വെച്ചിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ തരുമെന്ന് പറയുമ്പോൾ നമുക്ക് പേടിയില്ലാത്തത് ആ വിഷയത്തിൽ ഒരു ചെറിയ വിശ്വാസക്കുറവുള്ളത് കൊണ്ടാണ്. അങ്ങനൊന്നും ഉണ്ടാവൂല, ഒക്കെ നമ്മൾ ശരിയാവും, അതൊക്കെ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പറയണം, അങ്ങനെ അത്രയും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നൊരു തോന്നലുള്ളത് കൊണ്ടാണ്. അള്ളാഹുവേ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മരിച്ചതിന് ശേഷം നമുക്കാരാ? ഞാനിപ്പോൾ വടക്കോട്ട് വാതിന് വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഒരു വലിയ കുപ്പിക്കകത്ത് കുറച്ച് വെള്ളം എടുത്തു തരും. എന്തിനാ? എൻ്റെ പൊന്നു മുസ്താഖ് അഹമ്മദിൻ്റെ ഖബറിൻ്റെ മുകളിൽ നട്ടിരിക്കുന്ന മുല്ലച്ചെടിയുണ്ട്, അതിലൊന്ന് ഒഴിച്ചിട്ട് വരാൻ. കാരണം ദൂരോട്ട് പ്രസംഗത്തിന് പോകുമ്പോൾ സാധാരണ അവനൊരു മുത്തം കൊടുത്ത് അവനെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ച് ബാക്കിയുള്ള മക്കളെ നോക്കണം, അടികൂടരുത്, ഉമ്മച്ചിയെ ചീത്ത വിളിപ്പിക്കരുത്, ഉമ്മച്ചിയെ കൊണ്ട് ഫോൺ വിളിപ്പിച്ച് വഴക്ക് പറയിപ്പിക്കരുത്, ഇതൊക്കെ പറഞ്ഞ് ഫുൾ അവനെ ഏൽപ്പിച്ചിട്ടാണ് വരിക. അപ്പം ഇതും അവനെ ഏൽപ്പിക്കുന്ന പോലെ ഇത് അവൻ്റെ ഖബറിൽ ആ വെള്ളം, പള്ളിയുടെ വെള്ളം എടുത്ത് ഖബറിൽ ഒഴിക്കുമ്പോൾ പേടിയാണ്. കാരണം പള്ളി പൊതുമുതലാണ്, പള്ളിയുടെ വെള്ളവും പൊതുമുതലാണ്. ആ വെള്ളമെടുത്ത് എൻ്റെ കുഞ്ഞിൻ്റെ ഖബറിൽ ഒഴിക്കാനുള്ള അവകാശം എനിക്കില്ലല്ലോ. എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടാണ് ഒഴിക്കേണ്ടത്. ഖബറിൻ്റെ മുകളിൽ ചെടി നടുമ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടാണ് നടേണ്ടത്. പള്ളിയുടെ ഖബറിൽ നിൽക്കുന്ന ചെടി ഒടിച്ചിട്ട് വേറെ ഖബറിൽ വെക്കാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ അപ്പോൾ ഇതെന്താണ്? അപ്പോൾ ആ കുഞ്ഞിനൊരു മനസ്സിനൊരു സുഖം കിട്ടും. എൻ്റെ വാപ്പച്ചി വന്നു, എൻ്റെ ഉമ്മച്ചി കൊടുത്തയച്ചു, എൻ്റെ അനുജന്മാര് സലാം പറഞ്ഞു, പള്ളിയിലൊരു ദുആ നടക്കുന്നു. ഇങ്ങനെ നിരന്തരം നമ്മുടെ ഖബറിലേക്ക്
ആരും ഇടയ്ക്ക് കയറി വരായിരുന്നു, മതി, വെള്ളമൊന്നും വേണ്ട. ഇങ്ങനെ നിരന്തരം നമ്മുടെ ഖബറിലേക്ക് ആരാണ് നമുക്ക് ദുആ ചെയ്യുക? ആരാണ് നമുക്ക് സലാം പറയുക? നമുക്ക് അങ്ങനെ ഒരു ഗ്യാരണ്ടി വല്ലതും ഉണ്ടോ സഹോദരങ്ങളെ? ആദ്യത്തെ ദിവസം കുറച്ച് ആൾ വരും, രണ്ടാമത്തെ വെള്ളിയാഴ്ച, മരിച്ച ഒന്നാമത്തെ വെള്ളിയാഴ്ച മോൻ പള്ളിയിലേക്ക് പോകുമ്പോൾ ഉമ്മച്ചി പറയും, മോനെ വാപ്പച്ചിയുടെ ഖബറിലൊന്ന് പോകണം, ഉമ്മച്ചിക്ക് സഹിക്കാൻ വയ്യടാ എന്ന് പറയും. ആ വെള്ളിയാഴ്ച മോൻ പോവും, രണ്ടാമത്തെ വെള്ളിയാഴ്ചയും പോവും. അങ്ങനെ ഒരു 3-4 വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ വാപ്പച്ചി അവിടെ കിടക്കും. ഉമ്മച്ചിക്ക് ഓർമ്മ ഉണ്ടാവില്ല, മക്കൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. ആണ്ട് വരുമ്പോൾ ഇങ്ങനെ ചുവന്ന മഷി കൊണ്ട് കലണ്ടറിൽ വരച്ചിട്ടിരിക്കും, മാർച്ച് 30 30 തോന്നല്ലേ. ഉമ്മ പറയാം, ഞാൻ മറന്നു കേക്കളെ, ഇപ്പം മറന്നു, ഇപ്പം ചന്ദന വഴിയൊക്കെ മാറി വന്നപ്പോൾ വാപ്പാടെ കാര്യം പറഞ്ഞത്. ഇത്രേ ഉള്ളൂ. ഇതെല്ലാ കുടുംബത്തിലുള്ള കാര്യമാണ്. നമ്മൾ ചിരിച്ചിട്ട് കാര്യമില്ല. ഞാൻ മരിച്ചാൽ നിങ്ങളും, എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചാൽ ഞങ്ങളും. മനുഷ്യ സഹജമാണത്, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ അവിടെ നമ്മൾ ആർക്ക് വേണ്ടി നിസ്കാരം കളാക്കി, ആർക്ക് വേണ്ടി ഓടി, ആർക്ക് വേണ്ടി ദുനിയാവുണ്ടാക്കി, ആർക്ക് വേണ്ടി ത്യാഗം ചെയ്തു? എല്ലാം വെറുതെ നഷ്ടമായി പോവില്ലേ? അല്ലാഹുവേ കാക്കണം, പടച്ചവനെ കാക്കണം, തമ്പുരാനെ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ 6-ാം വാർഡിൽ ഒരു പ്രിയപ്പെട്ട ഉപ്പ വാഹനാപകടത്തിൽപ്പെട്ട് കിടക്കുമ്പോ കാണാൻ പോയിട്ട് ഇറങ്ങി വരുമ്പോൾ സാരി കൊണ്ട് മറച്ചിരിക്കുന്ന ഒരു ബെഡ്, സാരി കൊണ്ട് കെട്ടിമറച്ചിരിക്കുന്നു, ആർക്കും കാണിച്ചു കൊടുക്കുന്നില്ല. അപ്പൊ എന്നോടൊരാൾ പറഞ്ഞു, ഉസ്താദ് ഒന്ന് നോക്കണം, നിങ്ങൾക്ക് 2 ദിവസം വാള് പറയാൻ പറ്റും. അല്ലാഹുവേ, ആ സാരിയുടെ ആ മറ നീക്കിയിട്ട് ഞാൻ അകത്ത് ചെല്ലുമ്പോ ഒരു പ്രിയപ്പെട്ട മകൻ കിടക്കുകയാണ്. കഴുത്തിന്റെ ഭാഗം മുതൽ അടിവയറിന്റെ ഭാഗം വരെ വെന്തു പോയിട്ട് തൊലി പുറത്തേക്ക് വന്നിട്ട് ചതവെന്തിട്ട് വേദന സഹിക്കാനാകാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിദഗ്ധനായ ഡോക്ടർ കൊടുത്ത ഓയിൽമെന്റ് പുരട്ടിയിട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ ഇങ്ങനെ കിടക്കുകയാണ്. മാതാവ് അടുത്തിരുന്നു കൊണ്ട് ഇങ്ങനെ വീശി കൊടുക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്തു പറ്റിയതാണ് ഉസ്താദേ? തിളച്ച വെള്ളം വീണതാണ്. ചായക്ക് വെച്ചിരുന്ന വെള്ളം പുറത്തു വീഴുമ്പോ ഇത്രയും വെന്തു പോകുമെങ്കിലല്ലാ, അത് ദുനിയാവിന്റെ തീ കൊണ്ട് ചൂടാക്കിയതല്ലേ. തലമറക്കാത്ത പെങ്ങളെ, അന്യപുരുഷന്മാരെ കാണുന്ന വിധത്തിൽ നഗ്നത പ്രദർശനം നടത്തിയിട്ട് നടക്കുന്ന പൊന്നുമോളെ, നിസ്കാരം ഗവൺമെന്റായി തള്ളിക്കളയുന്ന ചെറുപ്പക്കാരാ, പലിശ വാങ്ങുന്നവരെ, ഹറാമ് ചെയ്യുന്നവരെ, ഇതിന്റെ എത്രയോ ഇരട്ടി ശക്തിയുള്ള തീയാണ് നരകത്തിൽ. അല്ലാഹുവേ, അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞ് പാതിരാത്രി പൊട്ടിക്കരഞ്ഞത്, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. നിന്റെ സ്വർഗ്ഗത്തിന് എനിക്ക് യോഗ്യതയില്ല അല്ലാ, നിന്റെ സ്വർഗ്ഗത്തിന് എനിക്ക് യോഗ്യതയില്ല. പക്ഷേ നിന്റെ നരകം എനിക്ക് സഹിക്കാൻ പറ്റൂല. നഹ്നു ജഅൽനാഹാ തദ്കിറാ. ഈ ദുനിയാവിലെത്തി അല്ലാഹു പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പായി തന്നതാണ്. ഈ ദുനിയാവിലെത്തി ഒരു ഉണർത്തലാണ്, ഈ ദുനിയാവിലെത്തി ഒരു മുന്നറിയിപ്പാണ്. തസ്തഈനു മിനന്നാരിൽ കുബറാ. ഈ ദുനിയാവിലെ തീയുണ്ടല്ലോ, നരകത്തിന്റെ തീയിൽ നിന്ന് അല്ലാഹുവിനോട് കാവലിനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ പള്ളിക്കകത്ത് റസൂലുള്ള നരകത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ എഴുന്നേറ്റ് ഒരു ദിവസം ഇശാനസ്കാരം കഴിഞ്ഞിട്ട് പള്ളികളിൽ പ്രസംഗിക്കണം. ഉസ്താദുമാർ യുവാക്കൾക്ക് നസീഹത്ത് കൊടുക്കണം. എൻ്റെ യുവാക്കൾ പള്ളിയുമായി ബന്ധപ്പെടണം. 24 മണിക്കൂറും നെറ്റിൽ ഇങ്ങനെ ഇരിക്കരുത്. ഇപ്പോ മനുഷ്യനെ മടിപ്പിക്കാൻ വേണ്ടി ഒരു ജിയോ 4G ഇറങ്ങിയിട്ടുണ്ട്. ഉസ്താദിനില്ലേന്ന് ചോദിച്ചാൽ ഉസ്താദാണ് ആദ്യം എടുത്തത്. എന്തിനാ നിങ്ങൾ ചിന്തിച്ച്? ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾക്ക് മുഴുവനുമുണ്ട്, സർവ്വതും മടിയന്മാരാ. ഒരു സഹോദരൻ ഒരു മൊബൈലൊരു ഫോട്ടോ കാണിച്ചു തന്നു. പള്ളിയുടെ പൈപ്പിന്റെ ചുവട്ടിൽ 4 ചെറുപ്പക്കാർ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. മൊബൈൽ നോക്കി, ഒരു പൈപ്പ് തുറന്നു കിടക്കുന്നുണ്ട്, വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. പള്ളിയുടെ വെള്ളമല്ല, അവരെന്താ അവൻ്റെ വാപ്പാടെ വെള്ളമല്ലല്ലോ. മൊബൈൽ ഇങ്ങനെ നോക്കാൻ 4G ആണ്. സർവ്വതെമ്മാടിത്തരങ്ങളും കാണാം, ഫുൾ ടൈം ഫ്രീ. ചില മണ്ണാർക്കാടുകാർ പറയും, ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ സാർ, എന്ന് തന്നെ എടുത്തേക്കാന്ന് പറയും. അറിയാത്തവരാരും ഇല്ലതൊന്നും. ഇതൊക്കെ അറിയേണ്ടവരിങ്ങനെ അറിയും.
ഇഷ്ടം പോലെ ആളുകളുണ്ട്. അപ്പൊ ഇതെന്താണ്? സജീവമായി ഇനി കുറെ നാളത്തേക്ക് നമ്മുടെ വീടുകളിൽ, ഭവനങ്ങളിൽ സജീവമായി ലോകം മുഴുവനും ഒരു വിരൽ തുമ്പിൽ യുവാക്കൾ കൊണ്ട് അമ്മാനമാടുകയാണ്. അതുകൊണ്ട് ഉമ്മയെ നോക്കൂല, അതുകൊണ്ട് ഉപ്പയെ നോക്കൂല, അതുകൊണ്ട് കുടുംബത്തെ നോക്കൂല, അതുകൊണ്ട് കൃത്യമായി നമസ്കരിക്കാൻ, ഇബാദത്ത് ചെയ്യാൻ അവർക്ക് താല്പര്യം കുറയും. അത് സ്വാഭാവികം, തീർച്ചയായും കുറയും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പോ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള പ്രസംഗത്തിന് താല്പര്യം കുറയും. ഇപ്പൊ ഇവിടെ ഈ മണ്ണാർക്കാടത്തെ എന്നെ അത്ഭുതപ്പെടുത്തിയ നാടാണ് മണ്ണാർക്കാട്. ഇസ്ലാമിക് സെന്റർ മറ്റൊരത്ഭുതം. അവിടുത്തെ റമളാൻ പ്രഭാഷണം, ഇപ്പതാ ഉബ്ബറസൂൽ റബീ പ്രഭാഷണം നടക്കുന്നു ജനുവരി മാസത്തിൽ. അപ്പൊ ഇതൊക്കെ ഈ ജനങ്ങൾ ഇതുപോലെ വന്ന് കൂടിയിരിക്കുന്നത് മനസ്സിന് വലിയ റാഹത്താണ്. പക്ഷേ യുവാക്കൾ കുറയുമോ എന്നൊരു പേടി എനിക്കുണ്ട്. ഭൗതിക ലോകം അവർക്ക് സുഖത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കാൻ പോകരുത്, ആ സുഖം തേടി പോകരുത്. നമ്മൾ മരണപ്പെടുമ്പോൾ നമ്മുടെ ഖബറിൻ്റെ അകത്തത് കിട്ടണം. കൃത്യമായി വാതിന് വരുന്ന ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ മരണപ്പെട്ടു എന്ന് വിളിച്ചു പറയുമ്പോൾ സ്വന്തം അനുജനോ ജ്യേഷ്ഠനോ മരിക്കുന്നതിനേക്കാൾ വേദനയാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ ആ ഖബറിൻ്റെ അടുത്ത് പോകും, ആ വീട്ടിൽ പോകും. എന്തുകൊണ്ടാണ്? ഇൽമിനെ സ്നേഹിച്ച യുവാവായതുകൊണ്ട്. അതവിടെ മുസമ്മിലും മുഹമ്മദും ഒക്കെ ഉണ്ട്, ഒരുപാട് യുവാക്കളുണ്ട്, ഒരുപാട് സഹോദരങ്ങളുണ്ട്. നിരന്തരം ഇൽമുമായി ബന്ധപ്പെട്ടതിൻ്റെ പ്രഭയും പ്രകാശവും മുഖത്ത് വരുത്തി വെച്ച കരുത്തരായ ചെറുപ്പക്കാരുണ്ട്. അള്ളാഹു അവർക്ക് ഉന്നതമായ നേട്ടവും പ്രതിഫലവും എന്നും എപ്പോഴും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടെ ദുആരക്കാൻ അതൊരു വലിയ നേട്ടമാണ്. നബി തങ്ങൾ പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു. ആരാണ്? തൻ്റെ മുമ്പിൽ പ്രിയപ്പെട്ട സ്വഹാബികൾ. അള്ളാഹുവിൻ്റെ റസൂൽ അന്ന് പ്രസംഗിച്ചത് നരകത്തെക്കുറിച്ചാണ്. നരകത്തെക്കുറിച്ച് റസൂലുള്ള പ്രസംഗിക്കുമ്പോൾ ഉണ്ടാകുന്ന രംഗം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കണ്ടതല്ലേ പറയാൻ പറ്റൂ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു കാണിച്ചു കൊടുത്ത അത്യത്ഭുതങ്ങളെ ആ പള്ളിക്കകത്തിരുന്ന് പ്രസംഗിക്കുമ്പോൾ ത്വൽഹാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാൾ ഇറങ്ങി ഒരൊറ്റ ഓട്ടമാണ്, ഞങ്ങൾ പിന്നെ അയാളെ കണ്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അയാൾ സുബഹിക്ക് വരുന്നുണ്ടോ എന്ന് നോക്കണം. സുബഹിക്ക് വന്നില്ല, ളുഹറിന് വന്നില്ല, അസ്റിന് വന്നില്ല. പ്രിയപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോ ആ സ്വഹാബിയുടെ വീട്ടുകാർ പള്ളിയിലേക്ക് വരികയാണ്. നബി എവിടെ, നബി എവിടെ? എനിക്ക് മുത്തുനബിയോടൊരു കാര്യം പറയാനുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് എന്താണ് പറയാനുള്ളത്? നബിയേ, ഇന്നലെ രാത്രി നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വന്ന് വാതിലടച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് പിന്നെ വാതിൽ തുറന്നിട്ടില്ല. മക്കൾ ചെന്ന് വാപ്പിച്ചാന്ന് വിളിക്കുന്നവർ വാതിൽ തുറക്കുന്നില്ല. എന്തേ കാരണമെന്നറിയില്ല. സുബഹിക്ക് പുറത്തു വന്നില്ല, ളുഹറിന് പുറത്തു വന്നില്ല, അസ്റിന് പുറത്തു വന്നില്ല. എപ്പോഴും നബിയേ, അങ്ങയുടെ പള്ളിയിൽ വന്ന് അങ്ങയോടൊപ്പം നിസ്കരിക്കാൻ കൊതിച്ച മനുഷ്യൻ ഇങ്ങനെ കാണിക്കുമ്പോൾ പേടിയാവുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. ബിലാലേ, ബിലാലേ, ഒന്ന് വേഗം ചെല്ലുക, ആ പ്രിയപ്പെട്ട മനുഷ്യനെ ഒന്ന് മുട്ടി വിളിക്കുക. ബിലാൽ റളിയല്ലാഹു തആല അൻഹു കടന്നു ചെന്ന് വാതിൽ മുട്ടുമ്പോ, ബിലാൽ റളിയല്ലാഹു അൻഹു കടന്നു ചെന്ന് വാതിൽ മുട്ടുമ്പോ വാതിൽ തുറക്കുന്നില്ല. മടങ്ങി വരികയാണ്. ആരംഭ റസൂലിന്റെ അരികിലേക്ക് മടങ്ങി വരുന്നു. നബിയേ, അയാൾ വാതിൽ തുറക്കുന്നില്ല. നബിയേ, അയാൾ വാതിൽ തുറക്കുന്നില്ല. നബിയേ, ആ ബഹുമാനപ്പെട്ട മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ചെല്ലുകയാണ്. ആ റസൂല് തന്നെ ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ ചെന്നിട്ട് ആ വാതിൽ മുട്ടിയിട്ട് പറയുന്നു, അന റസൂലുള്ളാഹ്, ഞാൻ മുത്തുനബിയാണ്. ആ വാതിൽ തുറന്ന ഉടനെ ആ പ്രിയപ്പെട്ട മനുഷ്യൻ പുറത്തിറങ്ങി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കെട്ടിപ്പിടിച്ചു. നബിയേ, ഇന്നലെ അവിടെ നിന്ന് പ്രസംഗിച്ചപ്പോ എനിക്ക് പേടിയായി പോയി നബിയേ. ആ കത്തിയാളുന്ന നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോ, ആ ഭയാനകരമാകുന്ന നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോ എന്റെ മനസ്സ് വല്ലാതെ പതറിപ്പോയി നബിയേ. എന്റെ ശരീരം ചൂടായി പോയി നബിയേ. ഞാൻ ഓടിയതാ, എനിക്കിനി ജീവിക്കണ്ട റസൂല്. ആരംഭ റസൂലിനെ വരിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിച്ചിട്ട് ആ ശരീരത്തോട് ചേർന്നിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലം യകുൻ ലക ബുദ്ദുൻ മിനല്ലദീ സനഅത, നീ ഇതുപോലെ ഇതിനേക്കാൾ വലിയ ഒരു അമലിനി ചെയ്യാനില്ല. ഈ നരകത്തെ പേടിച്ച്, ഈ നരകത്തെ ഇത്രത്തോളം പേടിച്ച ഒരു മനസ്സ് നിനക്കുണ്ടല്ലോ, ഇതിനപ്പുറത്തേക്ക് ഒരു അമല് നിനക്കിനി ചെയ്യാനില്ല. ഇത് പറഞ്ഞ റസൂൽ
റസൂലുള്ള ആ മനുഷ്യന്റെ കൈയൊന്ന് തൊട്ടു നോക്കുമ്പോ ചലനമില്ല, നെഞ്ചിൽ തൊട്ടു നോക്കുമ്പോ ചലനമില്ല. സുബ്ഹാനല്ലാഹ്, നബി തങ്ങളുടെ മാറിടപ്പോട് ചേർന്ന് ആ പ്രിയപ്പെട്ട മനുഷ്യനങ്ങ് മരണപ്പെട്ടു പോയി എന്ന് ത്വൽഹാ റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്നിട്ട് റസൂലുള്ള പറയുകയാണ്, ഈ മനുഷ്യന് വേണ്ടി ലഖദ് ഫുത്തിഹത്തു ലക അബ്വാബുസ് സമാ, ഈ മനുഷ്യനെ സ്വീകരിക്കാൻ വേണ്ടി ആകാശലോകത്ത് അല്ലാഹു തന്റെ കവാടങ്ങൾ തുറന്നു കൊടുത്തിരിക്കുകയാ. ഈ മനുഷ്യനെ സ്വീകരിക്കാൻ അല്ലാഹു ആകാശലോകത്ത് കവാടങ്ങൾ തുറന്നു കൊടുത്തിരിക്കുകയാ. ആ ഭയത്തോടെ വേണം പ്രിയപ്പെട്ടവരെ നമ്മൾ മരിക്കാൻ, ആ ചിന്തയോടെ വേണം സഹോദരങ്ങളെ നമ്മൾ മരിക്കാൻ. എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളോട് പറയുകയാണ്, ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം എന്തായിരുന്നു എന്നറിയോ? ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കിലേറ്റുമ്പോ ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു മുസ്ലിമായിരുന്നില്ല, ശത്രുക്കളുടെ ഭാഗത്തായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം അതായിരുന്നു. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കിലേറ്റുമ്പോൾ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു മുസ്ലിമല്ല, അതുകൊണ്ട് പേടിയാണ്. നബി തങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഖുബൈബിനെ തൂക്കിലേറ്റുമ്പോ ഞാൻ തൂക്കിലേറ്റുന്നവരുടെ കൂട്ടത്തിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് പേടിയാണ്. ആ ഒരു ദിവസത്തെ അല്ലാഹു കണക്കാക്കിയാൽ എനിക്ക് നരകമല്ലേ. അതുകൊണ്ട് മുസ്ലിമായി കഴിഞ്ഞപ്പോ ജീവിതത്തിന്റെ ഭൗതികതയോടുള്ള താല്പര്യം മുഴുവനും മറന്നു. എന്തിനു വേണ്ടിയാ മറന്നത്? അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ സുന്ദരമായ സുഹൃതം ആസ്വദിക്കാൻ വേണ്ടിയാ. ആരംഭ റസൂല് പറയുന്ന കണ്ടില്ലേ, മരിച്ചു പരലോകത്ത് മഹ്ശറയിൽ നിന്ന് നരകാവകാശികളെ കൊണ്ടുവരുന്ന രംഗത്തെ അല്ലാഹുവിന്റെ റസൂല് വിശദീകരിക്കുന്നുണ്ട്, സഹിക്കാൻ കഴിയില്ല. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഖദിസ്വദ്ദത്ത് വുജൂഹും, ചില ജനങ്ങളുടെ മുഖമങ്ങ് കറുത്തിരുണ്ടിരിക്കുകയാ. ആര് കണ്ടാലും പേടിച്ചു പോകുന്ന കറുപ്പ്. എങ്ങനെ കറുക്കാതിരിക്കും? കാരുണ്യമില്ല, സ്നേഹമില്ല, ഇബാദത്തില്ല, ഒളു കൊടുക്കലില്ല, ഖുർആൻ ഓതലില്ല, സ്വർഗത്തിനോട് കൊതിയില്ല, നരകത്തിനോട് പേടിയില്ല. യബ്കൂനദ്ദുമൂ, ആ കറുത്ത് കരിവാളിച്ച മുഖത്ത് നിന്ന് കണ്ണീരിങ്ങനെ ഒഴുകുമെന്ന് നബി പറയുകയാ. അല്ലാഹുവേ, ഞങ്ങളെ പെടുത്തല്ലേ തമ്പുരാനെ. ഖബറിന്റെ അകത്തിരുന്ന് എഴുന്നേറ്റ് വരുമ്പോ കറുത്ത പന്നികളെ പോലെ മുഖമുള്ളവർ, ആ കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ ഒഴുകുന്നു. കണ്ണീര് ഒഴുകി ഒഴുകി കഴിഞ്ഞിട്ട് രക്തം വരികയാ. പെണ്ണും ആണും അങ്ങനെ തന്നെയാ. അന്യപുരുഷന്മാരെ ആഗ്രഹിക്കുന്ന വസ്ത്രമിനി ധരിക്കൂല എന്ന് തീരുമാനിച്ചോ പെങ്ങളെ? ഇന്ന് മരണപ്പെട്ട ഈ തീരുമാനം കൊണ്ട് നിനക്ക് സ്വർഗം കിട്ടണം. ഇന്ന് റൂഹ് പിരിഞ്ഞ ഈ സരസിലും തീരുമാനിച്ച ബറക്കത്ത് കൊണ്ട് നിനക്ക് സ്വർഗം കിട്ടണം. ചെറുപ്പക്കാരാ, തീരുമാനിച്ചോ? കറുത്ത് കരിവാളിച്ച മുഖവും കണ്ണീരും രക്തവും ഒഴുകുന്ന കണ്ണുകളുമായി വരുന്ന ഒരു വിഭാഗം, അവരാരാണ്? അവര് നരകാവകാശികളാണ്. അവരുടെ കാൽപാദവും അവരുടെ നെറ്റിയിലേക്ക് ഇങ്ങനെ കാലും മടക്കി ചുറ്റിക്കെട്ടിയിരിക്കുന്ന ഒരു വിഭാഗം, ബോള് പോലെ ഉരുട്ടി ഉരുട്ടി എറിയുന്ന മറ്റൊരു വിഭാഗം, ഇവരെ നരകത്തിൽ കൊണ്ടുപോകുന്നവരാണ്. മുഖത്തും പുറകു ഭാഗത്തും ഇരുമ്പിന്റെ ദണ്ടുകൊണ്ട് സബാനിയത്തിന്റെ മലക്കുകൾ അടിച്ചു കൊണ്ടുവരുന്നവര്. സബാനിയത്തിന്റെ മലക്കുകൾ ആരെന്നറിയോ? സബാനിയത്തിന്റെ മലക്കുകൾ ആരെന്നറിയോ? കുഞ്ഞുമക്കള് കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്നൊരു ഭീകരജീവി വരുമ്പോ പേടിച്ചു പോവൂലേ? ആ ഭീകരജീവി ദുനിയാവിലെ മനുഷ്യന്റെ കൈകൊണ്ടുള്ള നിർമ്മിതമാണെങ്കിൽ സബാനിയത്തിന്റെ മാലാകമാരുടെ കണ്ണ് തീപാറുന്ന കണ്ണുകളാ. അവരുടെ കൈകാലുകൾ ഭയാനകരമാണ്. കണ്ടാ പേടിക്കാത്തവരില്ല, കണ്ടാ ഭയപ്പെടാത്തവരില്ല. ലോകത്തിരുന്ന നരകത്തെ പേടിക്കാതെ ജീവിച്ചവർ മരിക്കുമ്പോ അസ്രായിലിന്റെ കൂടെ ആ മലക്കുകളുടെ രൂപം അല്ലാഹു കാണിച്ചു കൊടുക്കുമെന്നാണ്. അല്ലാഹുവേ, ഈ യുവത എവിടെ കാണുന്നറിയില്ല തമ്പുരാനെ. ഈ പെങ്ങന്മാര് എവിടെ കാണുന്നറിയില്ല പടച്ചവനെ. മടങ്ങി വാ പൊന്നുമോളെ. വമയ്യതസിം ബില്ലാഹ്
ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹുവിന്റെ ഇർജുവാര മാർഗം വാരിപ്പുണർന്ന് തൗബ ചെയ്ത് കരഞ്ഞോ, എന്നിട്ട് ഇബാദത്ത് ചെയ്ത് രക്ഷപ്പെടാൻ തീരുമാനിച്ചോ. അലം അഹദ് ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബുദു ശൈത്താൻ. നിങ്ങളോട് ശൈത്താനെ ഇബാദത്ത് ചെയ്യല്ലേ, ശൈത്താനെ അനുസരിക്കല്ലേ എന്ന് ഞാൻ കരാറ് ചെയ്തിട്ടില്ലേ? പിന്നെ എന്തിനാ നിങ്ങൾ വീണ്ടും അവന്റെ പിന്നാലെ കോലം കെട്ടിപ്പോകുന്നത്, അവന്റെ പിന്നാലെ ദുനിയാവിന്റെ സുഖം തേടി പോകുന്നത്? മടങ്ങി വാ, അനീബൂ ഇലാ റബ്ബിക്കും വഅസ്ലിമൂ. അല്ലാഹുവിന്റെ മാർഗത്തിൽ മടങ്ങി വന്നിട്ട് പടച്ചവന്റെ പൊരുത്തം നേടിക്കോ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നിന്നെ മാടി മാടി വിളിക്കുകയാണ്. വരൂ മുസ്ലിമേ, ദുനിയാവിന്റെ സുഖത്തെ മറന്നു കളയോ, ദുനിയാവിന്റെ രസത്തെ മറന്നു കളയോ. വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ. ശാശ്വതമായ പരലോകത്തിന് വേണ്ടിയിട്ട് കാല് മുമ്പോട്ട് വെച്ചോ ചെറുപ്പക്കാരാ. ദുനിയാവിനെ പ്രവോടി തെണ്ടി ചാടി നടന്നിട്ട് ഒന്നും നിനക്ക് കിട്ടാൻ പോകുന്നില്ലടാ. ആഖിറത്തിന് വേണ്ടി കാൽപാദം മുന്നോട്ട് വെച്ചോ, അല്ലാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി മുന്നോട്ട് വെച്ചോ. സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അങ്ങനെ മുന്നോട്ട് വെച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഒരു നാട്ടിന്റെ ഒരു രാജ്യത്തിന്റെ ഗവർണറായി നിശ്ചയിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ജനങ്ങൾ വന്നു പറഞ്ഞു, രാത്രിയിൽ ഞങ്ങളുടെ കാര്യങ്ങളൊന്നും സയ്യിദ് ഇബ്നു ആമിർ ശ്രദ്ധിക്കുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ സയ്യിദേ കാരണം? സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, രാത്രി മുഴുവനും എനിക്ക് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങാൻ പറ്റൂല, എനിക്ക് എന്റെ പടച്ചവന് വേണ്ടി കൊടുക്കേണ്ടതുണ്ട്. എനിക്ക് പേടിയാ, പരലോകം പേടിയാ, നരകം പേടിയാ. ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് ഭൗതിക ലോകത്തുനിന്ന് എന്ത് ടിക്കറ്റ് നമുക്ക് എടുക്കാൻ പറ്റുമോ, എന്ത് പ്രവൃത്തി ചെയ്തിട്ട് രക്ഷപ്പെടാൻ പറ്റുമോ, ആ രക്ഷപ്പെടാനുള്ള കാരുണ്യങ്ങളുമായി പ്രവർത്തനങ്ങളുമായി മുന്നേറുക. അതിനുള്ള ഏറ്റവും എളുപ്പവഴിയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സഹാബികൾക്ക് കാണിച്ചു കൊടുത്തത്. നരകത്തിൽ കിടന്ന് സ്വർഗം കാണുമ്പോ വിളിച്ചു പറയും, വനാദാ അസ്ഹാബുന്നാരി അസ്ഹാബൽ ജന്ന. സ്വർഗത്തിൽ കിടക്കുന്നവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുഖവും രസവും കൊടുക്കുന്നത് നരകത്തിൽ കിടക്കുന്നവരിങ്ങനെ കാണുകയാണ്. അതാണ് ഏറ്റവും വലിയ ശിക്ഷ, നരകത്തിന്റെ തീയല്ല. പിന്നെയോ നരകത്തിൽ കിടക്കുന്നവർക്ക് സ്വർഗം കാണിച്ചു കൊടുക്കും. അതായത് ഒരു ഭക്ഷണവും കഴിക്കരുതെന്ന് പറഞ്ഞ് 1 മാസം കൊണ്ട് വെള്ളവും പാലും മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്ന വലിയ രോഗിയുടെ മുമ്പിലിരുന്ന് ഒരാൾ നല്ല മട്ടൻ ബിരിയാണിയും ആപ്പിളും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുമ്പോൾ അയാളുടെ ഏറ്റവും വലിയ വേദന ഓപ്പറേഷൻ്റെതല്ല, അത് കാണുമ്പോഴുണ്ടാകുന്ന ഒരു വേദനയാണ്. എനിക്കില്ലല്ലോ, കഴിക്കാൻ പറ്റൂലല്ലോ, ആ ഒരു വേദന. ഈ മനുഷ്യനെ നരകത്തിലിട്ട് വെന്തുരുക്കിയിട്ട് അല്ലാഹു എടുപ്പുയർത്തിയിട്ട് സ്വർഗം കാണിച്ചു കൊടുക്കും. ആ സ്വർഗം ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് കിട്ടൂലല്ലോ, ഞാൻ ശ്രദ്ധിച്ചില്ല, എൻ്റെ തലയിൽ ഇബ്ലീസായിരുന്നു, എൻ്റെ ഖൽബിൽ ശൈത്താനായിരുന്നു, ഒന്നും എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ല, പേടിച്ച് ദുനിയാവിൽ പേടിച്ച് ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. കൂട്ടുകാർ പറഞ്ഞു കുഴപ്പമില്ലടാ, പ്രശ്നമില്ലടാ എന്ന് പറഞ്ഞ് എന്നെ ഒന്നിന് പുറകെ മറ്റൊന്നിലേക്ക് കൊണ്ടുപോയി എന്നെ തകർത്തു. ആ പേടി മനസ്സിന്റെ കപ്പ് നിറഞ്ഞു നിൽക്കുമ്പോ എനിക്ക് കഴിഞ്ഞില്ല റബ്ബേ എന്ന് പറയുമ്പോൾ അവര് പറയുകയാണ്, അസ്ഹാബന്നാരി നഫീലു അലൈനാ മിനൽ മാ, ഒരു തുള്ളി വെള്ളം ഞങ്ങൾക്ക് തരുവോ? നരകത്തിൽ കിടക്കുന്നവർ ഒരു തുള്ളി വെള്ളം കിട്ടാൻ വേണ്ടി കൊതിച്ചിട്ട് ഒരു തുള്ളി വെള്ളം ഞങ്ങൾക്ക് തരുവോ? ഔ മിമ്മാ റസഖക്കുമുല്ലോ, അല്ലെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് എന്തെങ്കിലും തരുവോ? അതല്ലാഹു അവർക്ക് കൊടുക്കൂല. എന്തേ കാരണമെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവര്, കരുണക്കടലാറെ പടച്ചതമ്പുരാൻ അവർക്ക് ഹറാമാക്കിയിരിക്കുകയാണ്. അല്ലാഹുവേ, തൊണ്ട വരണ്ടുണങ്ങി വെള്ളം കഴിക്കാനൊന്നുമില്ല, 1 മാസത്തെ ഭക്ഷണത്തിന്റെ തുക തരണമെന്ന് പറഞ്ഞ് നുസ്രത്തുൽ മസാകീന് കത്തുകൊടുത്തു. എന്ത് ചെയ്യണം നമ്മൾ? നിങ്ങൾ പറയേ, നിങ്ങളോട് ഈ വിഷമം പറയുന്നതെന്തിനാ? ഈ സംഘാടകർ മുഴുവനും 5000ഉം 10000ഉം വെച്ച് കൊടുത്താൽ അവർക്കും മതിയാകില്ല സഹോദരങ്ങളെ, മതിയാവില്ല. ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഹംസാജിയും കാസിം റാവുത്തരോ അലി സാഹിബോ ഒക്കെ കൊടുത്താലും അവർക്ക് മതിയാവുന്നില്ല. നമ്മളെല്ലാവരും ഈ ബക്കറ്റിലിട്ട് കൊടുത്ത 100ഉം 200ഉം 500ഉം 1000ഉം എല്ലാം കൂട്ടിവെച്ചു കൊടുത്താലും അപേക്ഷകൾ പരിസമാപ്തിയിലെത്തുന്നില്ല.
അല്ലാഹുവേ, അല്ലാഹുവേ, ആരോരുമില്ലാത്ത കുടുംബത്തെ നോക്കാൻ ആരുമില്ലാത്ത എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ കത്തുകൾ വായിക്കുമ്പോ ആരോഗ്യം തന്ന ആഫിയത്ത് തന്നവരെ നരകത്തിൽ കിടന്ന് നിലവിളിക്കേണ്ടി വരല്ലേ. അന്നഫീലു അലൈനാ മിനൽ മാ, ഇച്ചിരി വെള്ളം ഞങ്ങൾക്ക് തരുമോ? ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് തന്നത് എന്തെങ്കിലും തരുമോ? അവര് പറയും നിന്നല്ലാഹ ഹറമഹുമാ, അത് അല്ലാഹു നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു. അങ്ങനെ പറയിപ്പിക്കല്ല റബ്ബേ. കാരുണ്യ പ്രവർത്തനത്തിനോട് താല്പര്യമില്ലാത്തവർക്ക് ദുനിയാവിലും അല്ലാഹു കഷ്ടപ്പാട് കൊടുക്കുന്നതാണ്, ആഖിറത്തിൽ മാത്രമല്ല റബ്ബേ. ഞങ്ങളിത് പറയുമ്പോ സലീമണ്ണിന്റെ ഖബറിലേക്ക് സ്വർഗത്തിന്റെ പേമാരി പെയ്യിപ്പിക്കണേ അല്ലാ. സലീമണ്ണന്റെ ഖബറിലേക്ക് സ്വർഗത്തിന്റെ നിലാവ് നിറച്ചു കൊടുക്കണേ അല്ലാ. പാവപ്പെട്ട ഞങ്ങൾക്ക് അല്ലാഹുവേ മാരക രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാ, കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടാ. ഈ സ്വതക്ക, ഈ ദാനം നീ ഒരു കാരണമാക്കണേ അല്ലോ, ഒരു കാരണമാക്കണേ അല്ലോ. ഏറ്റവും അർഹതപ്പെട്ട രോഗിക്ക് സ്വർഗത്തിന്റെ പാനീയം എനിക്കും എന്റെ കുടുംബത്തിനും ലഭിക്കണം. സ്വർഗത്തിന്റെ ചിത്രം കണ്ടു മരിക്കണം, നരകത്തെ കണ്ട് ഭയപ്പെടുന്ന അവസ്ഥ വരരുത് എന്ന നിയ്യത്തിന് നുസ്രത്തുൽ മസാഖീന്റെ മുമ്പിൽ നരകമെന്ന വിഷയത്തെ വെച്ചിട്ട് ഞാനൊന്ന് കൈനീട്ടുകയാണ്. നാളെ പറയുന്നത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രമാ. ഇത്രയും സ്ത്രീകൾ ഒരുമിച്ച് കൂടിയ സദസ്സ് നാളെ അതല്ലാതെ മറ്റൊരു വിഷയം തിരഞ്ഞെടുക്കാൻ എനിക്ക് കഴിയില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പറഞ്ഞിട്ട് ഈ മനോഹരമായ സ്വർഗീയ ആരാമത്തിലെ സഹോദരിമാർക്ക് ഖദീജ ബീവിയുടെ ചരിത്രത്തിലൂടെ ജന്നത്തുൽ മുഅല്ലയിൽ പോയി മുത്തമിട്ട് മടങ്ങി വരാ ഒരവസരം തരുന്നു, നീ സ്വീകരിക്കണേ അല്ലാ. കാരുണ്യ പ്രവർത്തനത്തിന് ഏറ്റവും അർഹതപ്പെട്ടവർക്ക് ഞാൻ എന്റെ സ്വതക്കയുടെ ഒരു ഭാഗം മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞ് അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ട്, പടച്ചതമ്പുരാനെ സാക്ഷി നിർത്തിയിട്ട് ഒരു നല്ല തുക ഒരു വാഗ്ദാനമായി പറയുന്ന ഒന്നാമത്തെ ആളാരാണ്? അല്ലാഹുവേ, എത്ര രൂപയെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അർഹതപ്പെട്ട രോഗികൾക്ക് ഉസ്താദേ നിങ്ങൾ ഇന്നൊരു 10-30 അപേക്ഷകൾ വായിച്ചല്ലോ, അതിൽ നിന്ന് ഏറ്റവും തിരഞ്ഞെടുത്ത, ഏറ്റവും പൊട്ടിക്കരഞ്ഞുകൊണ്ടെഴുതിയ, ആരോരുമില്ലാതെ മണ്ണാർക്കാടിന്റെ പരിസരത്ത് അല്ലാ വേദന സഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ക്യാൻസറോ വൃക്ക തകരാറോ ബാധിച്ച് തളർന്ന് കിടക്കുന്ന ഒരാൾക്കുള്ള സഹായത്തിന്റെ ഒന്നാമത്തെ വാഗ്ദാനം എന്റെ വകയെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ എഴുന്നേറ്റ് സ്റ്റേജിലോ വേദിയിലോ ഉള്ള ഒരാൾ അല്ലാഹു തന്ന ആരോഗ്യമാണ്, അല്ലാഹു തന്ന പണമാണ്, അല്ലാഹു തന്ന ജീവിതമാണ്, അല്ലാഹു തന്ന സുഖമാണ്, അല്ലാഹു തന്ന ശരീരമാണ്, അല്ലാഹു തന്ന ലോകമാണ്. അല്ലാഹുവിന് വേണമെങ്കിൽ അതിനെ മാറ്റിമറിക്കാൻ കഴിവുള്ളവനാണ്. അത് ഓർമ്മിച്ച് അല്ലാ, എന്റെ മക്കളെ ഞാൻ ഇരിക്കുന്ന സമയത്ത് മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടാൻ ഇടവരുത്തല്ല അല്ലാ എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ സ്വതക്കയാരാണ്? ആര് പറഞ്ഞാലും സ്വീകരിക്കണേ അല്ലാ. അവരുടെ മാതാപിതാക്കളുടെ പൊരുത്തം കൊടുക്കണേ അല്ലാ. ആര് സ്വതക്ക പറഞ്ഞാലും അവർക്ക് എല്ലാ ഖൈറും എല്ലാ ബറക്കത്തും നീ കൊടുക്കണേ അല്ലാ. ഒന്നാമത്തെ വാഗ്ദാനം പറയുന്നതാരാണ്? സന്തോഷത്തോടെ അർഹതപ്പെട്ട ആ അപേക്ഷകളിൽ നിന്ന് ഞാൻ തന്നെ വേണമെങ്കിൽ ഒരു അപേക്ഷ തിരഞ്ഞെടുക്കാം. നമ്മുടെ അബ്ദുൾ റസാഖ് സാഹിബ് 25,000 രൂപ ആദ്യത്തെ വാഗ്ദാനം. അള്ളാഹുവേ, വിദേശ രാജ്യത്തൊക്കെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്, നാട്ടിലും ഉണ്ട്. നമ്മൾ വിജയിക്കാൻ വേണ്ടി ദ്വാരക്കണം. ഈ ഭാഗത്ത് എവിടെ വന്നാലും ഓടി വരും. സാധുവാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മ, ഉപ്പ, അദ്ദേഹത്തിൻ്റെ കുടുംബം, എല്ലാവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തിൻ്റെ പ്രവേശനം അല്ലാഹു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം. ആരെയും നിർബന്ധിച്ചിട്ടല്ല തമ്പുരാനെ, കാരുണ്യമാണല്ലോ. ഇന്ന് ആരോഗ്യമുള്ളവൻ നാളെ രോഗിയാണ്.
ഇന്ന് ജീവിച്ചിരിക്കുന്നവൻ നാളെ മരിക്കുന്നു. അള്ളാഹുവേ, അബ്ദുറസാഖ് സാഹിബ് 25,000 നിയ്യത്ത് ചെയ്തു. ആ സാധുവായ സഹോദരന് ഖൈറ് കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ, സമ്പത്ത് അധികരിപ്പിച്ച് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആ സഹോദരൻ ഈമാനോടെ ജീവിച്ചു മരിക്കാനുള്ള മഹാഭാഗ്യം കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ, പടച്ചവനെ, ആ പ്രിയ സഹോദരന് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുക്കണേ അല്ലാ. ആ സഹോദരന്റെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. എല്ലാവരും ആമീൻ പറയുക. അള്ളാഹുവേ, പടച്ചവനെ, ആ സഹോദരന്റെ ജീവിതത്തിൽ ജോലിയിൽ ബറക്കത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. സഹോദരിമാരുടെ ഭാഗത്ത് വോളണ്ടിയേഴ്സ് ഉണ്ട്, ആരെയും നിർബന്ധിക്കുന്നില്ല. 5,000 10,000 15,000 20,000 എഴുതി കൊടുത്തു വിടുക. ആര് കൊടുത്തു വിട്ടാലും അല്ലാഹുവേ, നിന്റെ സ്വർഗത്തിൻ്റെ സുഖരസമുള്ള കാഴ്ചകൾ കണ്ട് ആനന്ദിച്ചു മരിക്കാനുള്ള മഹാഭാഗ്യം നീ കൊടുക്കണേ തമ്പുരാനേ. അൽഹംദുലില്ലാഹ്. മുഹമ്മദ് ഷിഹാബ് 5,001 രൂപ, മുഹമ്മദ് റസാഖ് 5,001 രൂപ, സീനത്ത് അപ്പക്കാടൻ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ 6,666 രൂപ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം. മനുഷ്യർക്ക് സമ്പത്ത് തരുന്നവൻ നീയാണ് തമ്പുരാനെ. നമ്മുടെ കയ്യിൽ അതിനുള്ള വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കുന്നത് നീയാണ് റബ്ബേ. ഞങ്ങളല്ലാത്ത ഈ അപേക്ഷ തന്നവർക്ക് രോഗം കൊടുത്തതും നീയാണ് പടച്ചവനെ. ഞങ്ങൾക്ക് ആരോഗ്യം തന്നതുപോലെ അവർക്ക് രോഗം കൊടുത്തതും നീയാണ്. ഈ സഹോദരങ്ങൾക്കിടയിൽ ഈ ചെറിയ സ്ലിപ്പുമായി വോളണ്ടിയേഴ്സ് ചെല്ലുമ്പോൾ, മോനെ ഞാനും എഴുതാം 1,000, അതെഴുതിയിട്ടതിൽ നമ്പർ വെച്ച് അള്ളാഹുവെ എഴുതി കൊടുക്കുന്നവർക്ക് ഖൈറ് കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. വലിയ ഒരു പിരിവിന് വേണ്ടി ഇന്നും നാളെയും ഞാൻ മുതിരില്ല. ഇതുപോലെ ഇങ്ങനെ ചോദിക്കും, കിട്ടുന്നത് കൊണ്ടൊരു കാരുണ്യ പ്രവർത്തനം നടത്തും. അള്ളാഹുവേ, എല്ലാവർക്കും നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഇവിടെ 2 പേര് 5,000 പറഞ്ഞു, ഒരു പെങ്ങൾ 6,666 പറഞ്ഞു. അള്ളാഹുവേ, അവരുടെ നീയത്ത് നീ പൂർണ്ണമായും കബൂൽ ചെയ്യണേ അല്ലാ. വല്യുമ്മയുടെ അസുഖം മാറാനൊരു സ്വർണ്ണക്കമ്മൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹുവേ, എത്രയോ ആഭരണങ്ങൾ അണിഞ്ഞിരിക്കുന്ന സഹോദരിമാരുണ്ട്. അവർക്ക് ആ സ്വർണ്ണാഭരണം നുസ്രത്തിൽ മസാക്കീന് വേണ്ടി കൊടുക്കാൻ കഴിയാത്തത് ഒരു രോഗത്തിൻ്റെ ബുദ്ധിമുട്ടറിയാത്തത് കൊണ്ടാണ്, ഒരു രോഗിയുടെ കഷ്ടപ്പാടറിയാത്തത് കൊണ്ടാണ്. പെങ്ങളെ, നിൻ്റെ ഒരു മുത്തോ ഒരു പൊട്ടോ കൊണ്ട് ഒരു രോഗിക്കൊരു നേരത്തെ ഭക്ഷണത്തിന് വക കിട്ടിയാൽ അള്ളാൻ്റെ കോടതിയിൽ മക്കൾ മറക്കുന്ന, ഭർത്താവ് മറക്കുന്ന, കുടുംബം മറക്കുന്ന കോടതിയിൽ വലിയ കൂലിയാണ് അല്ലാഹു നിനക്ക് തരിക പടച്ചവനെ. ഞങ്ങളുടെ സഹോദരിമാർക്ക് ആരോരുമില്ലാത്ത മരണവും ഖബറും പരലോകവും ചിന്തിച്ചിട്ട് ആ സ്വതക്ക ചെയ്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. 25,000 പറഞ്ഞ റസാഖ് സാഹിബും 5,000-ഉം 6,666 പറഞ്ഞവരും അല്ലാഹുവേ, ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കും ജനങ്ങളും പറയാനുള്ളവരും എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ ആഗ്രഹങ്ങളൊക്കെ അല്ലാഹുവേ നീ നടത്തി കൊടുക്കണേ അല്ലാ. മുറാദ് ഹാസിലാകാൻ ആസിയ എന്ന സഹോദരി 5,001 രൂപ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. സഹോദരിമാരെ ഭാഗത്തുനിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ. അവിടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കണേ അല്ലാ. അവർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. 5,001 രൂപ കടബാധ്യതയുണ്ട്. അപ്പോൾ കടം തീരണം, സ്വർഗം നേടണം, സങ്കടമുണ്ട് നരകത്തെക്കുറിച്ച് കേട്ടപ്പോൾ എന്നെഴുതി 5,001 രൂപ ഒരു പ്രിയപ്പെട്ട പെങ്ങൾ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, ജനങ്ങളാൽ കഴിയുന്ന സ്വതക്കയാണ് ചോദിച്ചത്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ആ പെങ്ങളുടെ കടം തീർത്തു കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിൻ്റെ ബാധ്യതകൾ ഒഴിവാക്കി കൊടുക്കണേ അല്ലാ. അവർക്ക് ഖൈറ് കൊടുക്കണേ അല്ലാ. ഗൾഫിലുള്ള ഒരു സഹോദരൻ 6,666 രൂപ.
മുറാദ് ഹാസിലാകാൻ വേണ്ടി ഒരു ഉമ്മ 6666 രൂപ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലിം. അല്ലാഹുവേ പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാ. 6666 5000വുമായി ചെയ്യുന്ന ഈ സ്വതക്കകൾ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥന നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഇൻഷാല്ലാ ദുആരക്കാൻ പോകുന്ന ആഷിഖ് മണ്ണാർക്കാട് 1000 രൂപ. അല്ലാഹുവേ പടച്ചവനെ നീ സ്വീകരിക്കല്ലാ. ആ പ്രിയപ്പെട്ട സഹോദരന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആ സഹോദരൻ്റെ സ്വതക്ക സ്വീകരിക്കണേ റഹ്മാനെ. സ്ത്രീയുടെ ഭാഗത്ത് കവർ കൊടുത്തിട്ടുണ്ട്, നേരത്തെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുരുഷന്മാർക്ക് നേരത്തെ കൊടുക്കണമായിരുന്നു, ആളുകൾ എന്നാലും ഉള്ളത് കൊടുത്തോളയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നാളെ ബീവി ഖദീജ മുത്തിൻ്റെ തണൽ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് പ്രഭാഷണം 9 മണിക്ക് തന്നെ ഇൻഷാല്ലാ നമുക്ക് ആരംഭിക്കണം. 8:30 8 മണി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് താമസിച്ചേ തുടങ്ങുള്ളൂ. 9 മണിക്കെങ്കിലും പരമാവധി തുടങ്ങണം. അപ്പോൾ നിങ്ങൾ നേരത്തെ വരണം. നാളെ കാളികാവിൽ വൈകുന്നേരം അവിടെ ഞാൻ നടത്തുന്ന പോലെ ചെറിയൊരു ആതുരാലയം ബഹുമാനപ്പെട്ട ഫരീദുദ്ദീൻ റഹ്മാനി ഉസ്താദ് നടത്തുന്നുണ്ട്. 4 മണിക്ക് അവിടെ ഒരു ചെറിയ പ്രോഗ്രാമുണ്ട്. വലിയ പ്രസംഗമൊന്നുമില്ല, ചെറിയൊരു ക്ലാസ്സാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വരും ഇൻഷാല്ലാ. ബഹുമാനപ്പെട്ട കാപ്പിൽ ഉമർ ഉസ്താദിനെ ഒന്ന് കാണാൻ പോകണം. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ പിന്നെ ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു പ്രഭാഷണമാണ്, പ്രവാചകൻ്റെ കാവൽക്കാരൻ. ആ ചരിത്ര പ്രഭാഷണത്തിൻ്റെ CD ഇൻഷാല്ലാ ഇവിടെ അതിൻ്റെ പ്രവർത്തകർ കച്ചവടത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഷാല്ലാ അത് ലഭിക്കാത്തവരുണ്ടെങ്കിൽ വാങ്ങുക. നാളെ നേരത്തെ തുടങ്ങണം. ഇന്ന് ഞാൻ ഒരുപാട് പിരിവിൻ്റെ കാര്യങ്ങൾ പറയാത്തിട്ട് നമുക്കെപ്പോഴും അതൊരു അരോചകത്വമായി തോന്നാൻ പാടില്ല. നാളെയും ഒരുപാടൊന്നും ഞാനങ്ങനെ ചോദിക്കൂല. എങ്കിൽ പോലും ഇൻഷാ അള്ളാഹ് നമുക്ക് പറ്റുന്ന രീതിയിൽ ഇവിടെ വന്ന കുറച്ച് അപേക്ഷകൾക്കെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ എല്ലാവരുടെ ഭാഗത്തും ഇപ്പോൾ കവറുകൾ സംഘാടകർ വോളണ്ടിയേഴ്സ് കൊണ്ടുവന്ന് തരും. ആ കവറുകൾ വാങ്ങി എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ സഹോദരങ്ങൾ നാളെ വരുമ്പോൾ കാര്യമായ ഒരു സ്വതക്ക നമ്മുടെ നുസ്രത്തുൽ മസാക്കീൻ്റെ മുന്നോട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെയ്യണം. 10,000 രൂപ അൽഹംദുലില്ലാ അള്ളാഹിൻ്റെ സ്വർഗം കിട്ടണം, റസൂലുള്ളാഹിയുടെ പൊരുത്തം കിട്ടണമെന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഈ സദസ്സിലേക്ക് ഒരു പ്രിയപ്പെട്ട സഹോദരി, മക്കളില്ല ആ ഒരു സഹോദരി, ഉമ്മയുടെ രോഗം മാറണം, സന്താന സൗഭാഗ്യം ഉണ്ടാവണം, 6,666 രൂപ. അതുപോലെ നാസർ എന്ന സഹോദരൻ 2,000 രൂപ. പിന്നെ ഒരു മക്കളില്ലാത്ത മറ്റൊരു സഹോദരി ഒരു സ്വർണ്ണ മോതിരം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം. ഇത്രയും ജനങ്ങൾ ആമീൻ പറയുമ്പോൾ അല്ലാഹുവേ ഈ സ്വർണ്ണാഭരണത്തിൻ്റെ സ്വതക്ക സ്വീകരിക്കണേ അല്ലാ. ഈ സ്വർണം തൻ്റെ വിരൽത്തുമ്പിൽ നിന്ന് അഴിച്ചു തന്ന പ്രിയപ്പെട്ട പെങ്ങൾക്ക് തമ്പുരാനെ സന്താന സൗഭാഗ്യം കൊടുക്കണേ അല്ലാ. സന്താന സൗഭാഗ്യം കൊടുക്കണേ അല്ലാ. അതുപോലെ ഇത്രയും സദസ്സിലിരിക്കുന്ന ജനങ്ങൾ ആമീൻ ആമീൻ എന്ന് പറയുമ്പോൾ അല്ലാഹുവേ ഈ പെങ്ങളുടെ മനസ്സിൻ്റെ മുറാദ് ഈ സ്വർണ്ണ മോതിരത്തിന് പകരം നീ നടത്തി കൊടുക്കണേ അല്ലാ. 6,666 രൂപ തന്ന ഒരു പെങ്ങള്, ഉമ്മാടെ രോഗം മാറാൻ ദ്വാരക്കാൻ പറഞ്ഞ പെങ്ങള് 10,001 രൂപ എഴുതി തന്ന ഒരു പ്രിയപ്പെട്ട സഹോദരി, അല്ലാഹുവേ 2,000 രൂപ തന്ന നാസർ എന്ന സഹോദരൻ, അവരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. അവർക്ക് ഖൈറ് കൊടുക്കണേ അല്ലാ. അവർക്ക് ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അവരെ മനസ്സിൻ്റെ മുറാദ് ഹാസിലാക്കണേ അല്ലാ. ഫഹദ് എന്ന സഹോദരൻ ജോലി ശരിയാകുന്നതിന് വേണ്ടി 3,333 രൂപ. അല്ലാഹുവേ ആ പ്രിയ സഹോദരന് ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ജോലിയിൽ ഖൈറ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ എല്ലാ തടസ്സങ്ങളും ഒഴിവാക്കി ആ സഹോദരന് നല്ല ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഇൻഷാ അല്ലാ നാളെ എല്ലാവരും നേരത്തെ വരണം. എന്തെങ്കിലും സൗകര്യക്കുറവ് ഒന്നും ഉണ്ടായിട്ടില്ല. നല്ലതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ധാരാളം കസേരകൾ കൊണ്ടുവന്നിട്ടു, നല്ല വിലപിടിപ്പുള്ളൊരു പന്തൽ തന്നെ ഇട്ടു. ഇതൊക്കെ സാധുക്കൾക്ക് കൊടുക്കാനുള്ള കാശ് കൊണ്ട് ചെയ്തതാണ് പന്തൽ. അപ്പോൾ നിങ്ങൾ നാളെ വരുമ്പോൾ ഈ പന്തലിൻ്റെ ചിലവെങ്കിലും നമുക്ക് ചെയ്യണമല്ലോ ഇൽമിന് വേണ്ടിയിട്ട്. അത് നിയ്യത്ത് ചെയ്ത് കവറിനകത്തൊരു കാര്യമായ സുദക്ക, ബക്കറ്റിനകത്തൊരു കാര്യമായ സുദക്ക, അപ്പോൾ നമുക്ക് വലിയ പിരിവൊഴിവാക്കാൻ പറ്റും. എന്നിട്ട് എന്താണോ നിങ്ങളുടെ മനസ്സിൻ്റെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ അതൊക്കെ എഴുതി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഫാത്തിഹ ഓതി നാളെ സമാപനം ദ്വാരക്കും ആ ചരിത്രം പറഞ്ഞിട്ട് വലിയ പുണ്യമല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ബറക്കത്തും പുണ്യവും കിട്ടാൻ വേണ്ടി എല്ലാവരും ഇൻഷാ അല്ലാഹ് ആ രീതിയിൽ ദുആ ചെയ്യാൻ വേണ്ടി സ്വതക്കകൾ കൊണ്ടുവന്ന് നുസ്രത്തുൽ മസാക്കീൻ്റെ മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കാര്യമായ പിന്തുണയും സഹായവും ചെയ്യണമെന്ന് ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. നുസ്രത്തുൽ മസാക്കീൻ്റെ പ്രവർത്തകനായ റൻഷാദ് എന്ന സഹോദരൻ
കരൾ രോഗം ബാധിച്ചുകൊണ്ട് കോയമ്പത്തൂർ ഹോസ്പിറ്റലിൻ്റെ ഐസിയുവിലാണ്. അള്ളാഹുവേ പടച്ചവനെ, ആ സഹോദരന് ആഫിയത്ത് നീ കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ ആ സഹോദരൻ്റെ, റിൻഷാദ് എന്ന സഹോദരൻ്റെ അസുഖം നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ഉസ്താദിൻ്റെ എല്ലാ പരിപാടിക്കും വന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ വിഷമത്തിലാണ്, വളരെ ട്യൂമർ ബാധിച്ച് വിഷമത്തിലാണ്, ദ്വാരക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു ആ സഹോദരൻ ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ സ്ലിപ്പ് കൊടുത്തപ്പോൾ അതിൽ കുറേ 1001, 333 ആയിട്ട് കുറേ ലിസ്റ്റുകൾ എഴുതി കൊടുത്ത്, കുറേ സങ്കടങ്ങൾ എഴുതി പറഞ്ഞവർ, അവരുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സ്വതക്കകളുടെ ബറക്കത്ത് കൊണ്ട് മാറ്റി കൊടുക്കുമാറാകട്ടെ. എല്ലാവർക്കും കാര്യമായി ദുആരക്കും എല്ലാ സഹോദരങ്ങളും എഴുന്നേറ്റ് നിന്നൊരു 3 സ്വലാത്ത് ചൊല്ലുക. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. മുറാദ് ഹാസുലാകാൻ വേണ്ടി ഒരു സഹോദരി ഒരു സ്വർണ്ണ മോതിരം, അൽഹംദുലില്ലാ. സ്വർണ്ണമൊന്നും ഒരുപാട് ചോദിച്ചില്ല, ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് 3 സ്വർണ്ണാഭരണങ്ങൾ സ്വതക്ക നൽകി. ഇൻഷാ അല്ലാഹ് നാളെ സമയോചിതമായി സമയമുണ്ടെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ചോദിക്കാം. എല്ലാ സഹോദരങ്ങളും നേരത്തെ എത്തി ഈ പ്രോഗ്രാമുമായി വലിയ ഒരു പിന്തുണയും സഹായവും ചെയ്യണമെന്ന് അറിയിക്കുന്നു. റസാഖ് എന്ന ആ പ്രിയ കൂട്ടുകാരൻ്റെ പ്രിയപ്പെട്ട ഉമ്മ കാലിന് ചെറിയ വിഷമമുണ്ട്, നടക്കുന്നതിന് കുറച്ച് പ്രയാസമുണ്ട്, ദ്വാരക്കാൻ അറിയിച്ചിട്ടുണ്ട്. ഞാനുമായി ബന്ധമുള്ള കുടുംബമാണ്. അല്ലാഹു ആ ഉമ്മക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹനാപകടത്തിൽപ്പെട്ട് ഒരു പ്രവാസി മദീനയിൽ നാളെ ഒരു ഓപ്പറേഷന് പോവുകയാണ്. അപ്പോൾ ദുആ ചെയ്യണമെന്ന് നമ്മുടെ യൂട്യൂബിലൂടെ ലൈവായി ലോകം മുഴുവനും നമ്മുടെ പ്രോഗ്രാം എത്തിച്ചുകൊണ്ടിരിക്കുന്ന MFIPയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയിച്ചു. അല്ലാഹു ആ സഹോദരന് നാളെ ഒരു വിഷമവും ഒരു പ്രയാസവും കൂടാതെ അത് പൂർണ്ണമായ വിജയത്തിൽ അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അതുപോലെ ഇസ്തിഖാമ ലൈവ് TV-യിലൂടെയും MFIPയിലൂടെയും ലോകം മുഴുവനും യൂട്യൂബിലൂടെ വളരെ ക്ലിയറായി വ്യക്തമായി നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നു. നുസ്രത്തുൽ മസാക്കിനെയും നിങ്ങളെയും ലോകം പരിചയപ്പെടുത്തി. അൽഹംദുലില്ലാ ആ 2 സഹോദരങ്ങൾ അള്ളാഹു അവർക്ക് ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് വരുന്നു. നാളെ എല്ലാവരും നേരത്തെ വരണം. കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് നാളെ കാര്യമായി ദുആരക്കേണ്ടതുണ്ട്. ഇന്നൊരു ചെറിയ ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു സഹായിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയകാഫി മസീദ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد يا أول الأولين يا آخر الآخرين يا ذا القوة المتين يا راحم المساكين يا أرحم الراحمين. അല്ലാഹുവേ, സർവശക്തനായ പടച്ചവനെ, കരുണക്കടലായ ദയാലുവായ സ്നേഹമുള്ള റബ്ബേ, ഞങ്ങളുടെ ഈ താണുകേണ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ ഈ അപേക്ഷ നീ പരിഗണിക്കണേ തമ്പുരാനെ. ഒന്നിനും കഴിവില്ലാത്തവരാണ് റബ്ബേ, ആരോരുമില്ലാത്തവരാണ് പടച്ചവനെ. എത്ര ആളുകളുണ്ടെങ്കിലും നീ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് തരാനുദ്ദേശിച്ചാൽ അതിനെ തടയാൻ ഈ ലോകത്തെ കൊണ്ട് കഴിയില്ല തമ്പുരാനെ. അല്ലാഹുവേ, ലാ മാനി ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത വലാ റാദ്ദ ലിമാ ഖളൈത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലാഹുവേ, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. നിൻ്റെ അപാരമായ കരുത്തും കഴിവും അള്ളാഹുവെ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളെ നീ വെറുക്കല്ലേ അല്ലാ. അള്ളാഹുവെ, നീ വെറുക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നതെന്നറിയാം. അടിയാറുകളായ പാവപ്പെട്ട ഞങ്ങൾക്ക് പുറത്തു താ അല്ലാ. എന്നിട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തല്ല, ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. പരമാധികാരിയായ പടച്ചവനെ, നീറുന്ന ഒരുപാട് സങ്കടങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട് റബ്ബേ. അള്ളാഹുവെ, മക്കളെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, ഉമ്മയെക്കുറിച്ച്, ഉപ്പയെക്കുറിച്ച്, ബന്ധങ്ങളെക്കുറിച്ച്, ബന്ധുക്കളെക്കുറിച്ച്, സൗഹൃദങ്ങളെക്കുറിച്ച് ഒരുപാട് നീറുന്ന വിഷമങ്ങളും ചിന്തകളുമുണ്ട്. എല്ലാം നീ പരിഹരിക്കണേ റഹ്മാനെ. നിനക്ക് മാത്രമേ അതിന് കഴിയുള്ളൂ റബ്ബേ. നീ പരിഹരിക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഞങ്ങളുടെ കുടുംബം ഐശ്വര്യമുള്ള കുടുംബമാക്കണേ അല്ലാ. ബറക്കത്തുള്ള വീടാക്കണേ അല്ലാ. ശൈത്താൻ ഓടിക്കളിക്കുന്ന, ശൈത്താൻ്റെ സഞ്ചാരമുള്ള വീടാക്കല്ല തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ വീടിൻ്റെ അകത്ത് ഖുർആൻ ഓതാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. സ്വലാത്തു ചൊല്ലാൻ, നിസ്കരിക്കാൻ, ഇബാദത്ത് ചെയ്യാൻ, അങ്ങനെ
നിൻ്റെ ബറക്കത്ത് നിറഞ്ഞു തുളുമ്പുന്ന സ്വർഗത്തിൻ്റെ വീടാക്കി ഞങ്ങളുടെ വീടിനെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഉമ്മ, ഞങ്ങളുടെ ഉപ്പ ഞങ്ങൾക്ക് വേണ്ടി ശരിക്കും കഷ്ടപ്പെട്ടവരാണവർ. അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അവരെ നരകത്തിലാക്കല്ലേ അല്ലാ, അവരെ നരകത്തിലാക്കല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അവരിൽ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹുവേ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഇവിടെ വന്നവരുടെ ഉമ്മയോ ഉപ്പയോ ആരാണോ മരിച്ചു പോയത്, ഞങ്ങളിപ്പോൾ ചെല്ലാൻ പോകുന്ന ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തഹ്ലീല് അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ. അല്ലാഹുവേ ഇതെത്തിച്ചു കൊടുത്തവരുടെ ഖബർ പ്രകാശിപ്പിക്കണേ അല്ലാ. ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ചൊല്ലിയതല്ല, ലക്ഷക്കണക്കിന് മലക്കുകൾ നിറഞ്ഞു തുളുമ്പുന്ന സ്വർഗത്തിൻ്റെ വേദിയിൽ നിന്ന് ചൊല്ലിയതാണ്. ഇവിടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളും മരിക്കും അല്ലാഹുവേ, ഞങ്ങളും മരിക്കും. എന്നാണെന്നറിയില്ല. ഞങ്ങളുടെ മക്കളും കുടുംബവും ഒന്ന് തകരും, അവർക്ക് പിന്നെ വേറെ ആരുമില്ല. എന്നാലും അല്ലാഹുവേ ഞങ്ങളെ ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ ഇതുപോലെ നല്ല മജ്‌ലിസുകളിൽ നിന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥനകൾ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് നല്ല സദസ്സുകളിൽ നിന്ന് ദിക്റുകളും ഖുർആനായത്തുകളും സമ്മാനമായി ലഭിക്കണേ അല്ലാ. അല്ലാഹുവേ ഈ ജനസാഗരത്തെ നീ കണ്ടില്ലേ? മണ്ണാർക്കാട് ഒഴുകിയെത്തിയ ഈ ജനങ്ങളെ നരകം കാണിച്ചു മരിപ്പിക്കുന്ന അവസ്ഥ കൊടുക്കരുതല്ലാ. അല്ലാഹുവേ നിന്റെ സ്വർഗം കണ്ട് മരിക്കാനുള്ള കൊതി ഞങ്ങൾക്കുണ്ട്, നീ സാധിപ്പിച്ചു തരണ തമ്പുരാനെ. ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദർലി ശിഹാബ് തങ്ങൾ ഇജാസിയത്ത് കൊടുത്ത അത്ഭുതത്തിൻ്റെ സാഗരം തീർത്ത മജ്‌ലിസുൻ നൂറിൻ്റെ സമാപനം ചൊല്ലുന്ന പോലെ ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസു കൂസിനെ കാട്ടിടും നേരം ലഴീനവനാട്ടുവാൻ ബദിരീങ്ങളാ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓ മുഹമ്മദു റസൂലുള്ളാഹ്. അല്ലാഹുവേ ഞങ്ങൾ അവസാന ശ്വാസം കുഫ്രിയത്തായി മാറല്ല തമ്പുരാനെ. കാഫിറാക്കി ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ, കാഫിറാക്കി ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ, കാഫിറാക്കി ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, സലീമണ്ണൻ എന്ന പ്രിയപ്പെട്ട സഹോദരൻ്റെ ഖബർ വിശാലമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഇതിനു വേണ്ടി ഓടി നടക്കുന്ന പ്രവർത്തകർ, അവർക്ക് പിന്തുണ കൊടുക്കുന്ന സുലൈമാനിക്കയെപ്പോലെ, എൻ്റെ പ്രിയ സഹോദരൻ ഷൗക്കത്തിനെ പോലെ, ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട അബ്ദുർ റസാഖ് സാഹിബിനെ പോലെ, മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങളെപ്പോലെ അവരെ മുഴുവനും അല്ലാഹുവേ നീ സഹായിക്കു റബ്ബേ. അവർക്ക് ഖൈറ് കൊടുക്കണേ അല്ലാ. സ്വർണ്ണാഭരണങ്ങളും സ്വതക്കകളും തന്നവർ ഖബറുകൾ കയ്യിൽ വാങ്ങി നാളെ തിരിച്ചു കൊണ്ട് കൊടുക്കാമെന്ന് നിയ്യത്ത് ചെയ്തവർ, അല്ലാഹുവേ ഇതൊരു അഭിനയമാക്കല്ല തമ്പുരാനെ, നിറഞ്ഞ മനസ്സുകൊണ്ട് ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനമാക്കണേ അല്ലാ. ശരീരത്തിൻ്റെ പുറകിൽ മുഴുവനും ഹോളുകൾ വീണ് ശരീരം തളർന്ന് കിടക്കുന്ന ഒരാൾ എൻ്റെ ആതുരാലയത്തിനകത്തുണ്ട് ഉസ്താദേ, നിങ്ങൾ ദ്വാരക്കണം, നിങ്ങൾക്ക് ഞങ്ങളും ദ്വാരക്കുമെന്ന് പറഞ്ഞു വിട്ട ശരീരത്തിൻ്റെ പുറകുവശത്ത് അല്ലാഹുവേ വേദനയുടെ ഒരു ബഹർ തന്നെയാണ് റബ്ബേ. ഞങ്ങളെ കാക്കണേ അല്ലാ. അപേക്ഷകൾ ഓരോന്നും മറിക്കുമ്പോൾ കൽബ് പൊട്ടിപ്പോകുന്നു. ഞങ്ങളെ മാരക രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാ. തളർന്നു പോയാൽ ആരും ഉണ്ടാവില്ല, വലിയ രോഗം വന്ന ആ ബന്ധുക്കൾ പോലും തടയും. ആ ഒരവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. ഈ ജനങ്ങൾ ചെയ്ത സ്വതക്ക കൊണ്ട് ഒരു രോഗിക്കൊരാശ്വാസം കിട്ടിയാൽ അല്ലാഹുവേ അത് ഖൈറാക്കണേ തമ്പുരാനെ. പടച്ചവനെ, മഞ്ചേരിയിലെ ബഹുമാനപ്പെട്ട കൂട്ടുകാരനുൾപ്പെടെ ഒരുപാട് അകലങ്ങളിൽ നിന്നും അടുത്തുനിന്നൊക്കെ വന്നവർ, ഇവിടെ വന്നുപോയ പാണക്കാട് തങ്ങൾ, ബഹുമാനപ്പെട്ട ഹബീബ് ഫൈസി ഉൾപ്പെടെ മറ്റുസ്താദുമാർ, അല്ലാഹുവേ പ്രഗത്ഭരായ പണ്ഡിത പ്രമുഖർ, ബഹുമാനപ്പെട്ട പട്ടാമ്പി പള്ളിപ്പുറത്തെ ദീനീ സ്നേഹിയായ പ്രിയപ്പെട്ട ആലിമായ സാധുവായ പണ്ഡിതൻ, അല്ലാഹുവേ അങ്ങനെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ, ഒരുപാട് സഹോദരങ്ങൾ. മുസ്തഫ ശറഫി ഉസ്താദ് ദുആരക്കണേ മറക്കരുത്, പനിയാണെന്ന് പറഞ്ഞു. അല്ലാഹുവേ ആഫിയത്ത് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ആലിക്കുട്ടി ഉസ്താദിന്
എങ്കേയം സ്വാദിക്കുസ്താദിന്, കുമരമ്പത്തൂർ ഉസ്താദിന്, ചെമ്പലങ്ങാട് ഉസ്താദിന്, അത്തിപ്പറ്റ ഉസ്താദിന്, കാപ്പിലുമർ ഉസ്താദിന്, പറഞ്ഞാലും തീരാത്ത ഞങ്ങളുടെ ഗുരുനാഥന്മാർക്ക് അള്ളാഹുവേ ആരോഗ്യവും ആഫിയത്തും തിരിച്ചു കൊടുക്കണേ അല്ലാ. ഒരു